ആ സ്നേഹത്തിൽ കർത്താവ് ഒരു പുതിയ നിറവിനെ കർത്താവ് നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. സന്തോഷത്തിലൊരു പുതിയ നിറവ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ഈ രാജ്യത്തെ ഭാരങ്ങളിൽ പല കാര്യങ്ങൾ കർത്താവെ ബുദ്ധിമുട്ടി എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് പലപ്പോഴും പകച്ചു നിൽക്കുന്ന അവസരങ്ങളിൽ നിൽക്കുന്ന അനേകരെന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ എന്താ ചെയ്യേണ്ടിയെന്ന് വിശ്വാസിയാണ്, എനിക്ക് അറിയാം എൻ്റെ യേശു എന്നെ നടത്തും, എങ്കിലും ചില സമയങ്ങളിൽ ഞാൻ പതറിപ്പോകുന്നു എന്ന് പറയുന്ന ചില ആത്മാക്കളോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ട് പറയുക, ജസ്റ്റ് ഓപ്പൺ അപ്പ്. ഹല്ലേലൂയ. നിന്റെ ആ ഭാരത്തെ, നിന്റെ പ്രയാസത്തെ മുഴുവൻ കർത്താവിന് വേണ്ടി ഒന്ന് തുറന്നു കൊടുത്തേ. ഈ നിമിഷം പരിശുദ്ധാത്മാവ് റെഡിയാ അതിനു വേണ്ടി. ഓ ഹാലലൂയ്യ, ഹാലലൂയ്യ. പരിശുദ്ധാത്മാവെ ആ ഹൃദയം, ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ ഇന്നൊരു പുതിയ നിറവിലേക്ക്, ആ നിറവ് അവിടെ ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ അകത്തേക്ക് അത് പകരുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് ഒഴിച്ചേൽപ്പിച്ചു തരിക കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അത്ഭുതകരമായ ഒരു നിറവിനാൽ സന്തോഷവും സമാധാനവും കർത്താവെ. ഹല്ലേലൂയ. ഇതുവരെ നടന്ന ഒരു രീതിയിലല്ല കർത്താവെ, ഞങ്ങൾ നിന്റെ കൂടെ നടന്നതാണെന്ന് പറയുന്ന അനേകർ, ഞങ്ങൾ തീയായിട്ട് നടന്നവരാ. ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഇതിനകത്ത് കർത്താവ് എപ്പോഴും മീറ്റിങ്ങിന് വരും, ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എങ്കിലും പലപ്പോഴും സാഹചര്യങ്ങളിൽ പതറിപ്പോകുന്നു എന്ന് പറയുന്നവർ, ഇതുവരെ കർത്താവിൽ അത്രയും ആ രുചിച്ചറിയാൻ ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ, ഇന്ന് കർത്താവ് നിങ്ങളുടെ മുമ്പിൽ ഒരു സംപ്ഷ്യസ് ഡിന്നർ വിളമ്പുന്നത് പോലെ, ഒരു വലിയൊരു ബാങ്ക്വറ്റ് വിളമ്പുന്നത് പോലെ കർത്താവ് ഇന്ന് റെഡി ആയിട്ടിരിക്കുക. ആൻഡ് ഹി സേസ് കം ആൻഡ് ടേക്ക് ഇറ്റ്, കം ആൻഡ് എൻജോയ്. ഹല്ലേലൂയ. ഇന്ന് ആ കൃപാസനത്തിന് മുമ്പിലേക്ക് എന്നിട്ട് കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവ് ഞാൻ ടേസ്റ്റ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ, എനിക്ക് നിന്നെ ആസ്വദിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല, എനിക്കറിയില്ല എൻ്റെ തടസ്സം എന്താണെന്ന് എനിക്ക് അറിയില്ലെന്ന് പറയുന്നവർ, അന്യഭാഷയില്ലാത്തവർ, ഓ റോ ബാഖാ ബാഷാ തറ ബാബ, ഇന്ന് ആ ബാങ്കറ്റ് ഹാളിന്റെ മുമ്പിൽ ചെന്നിട്ട് കർത്താവ് പറയുക, ഞാൻ എല്ലാം ഓൾറെഡി ഒരുക്കി വെച്ചിരിക്കുക, നീ വന്ന് എടുത്ത് കഴിക്കുക എന്ന് പറയുന്നത് പോലെ നിൽക്കുന്ന, നീ കഴിക്കുന്നത് കാണാൻ എനിക്ക് സന്തോഷമാണെന്ന് പറയുന്നത് പോലെ എൻ്റെ കർത്താവ് ഇന്ന് സകലതും ഒരുക്കി. അന്യഭാഷ വേണ്ടവർക്ക്, കൃപാവരങ്ങൾ വേണ്ടവർക്ക്, സമാധാനം വേണ്ടവർക്ക്, സകലതും ഇന്ന് സൗജന്യമായിട്ട് അവൈലബിളാ. ഇതൊരു സഭ മാറിയിട്ടല്ല, ഇത് മതം മാറിയിട്ടല്ല, ഇത് പേര് മാറിയിട്ടല്ല, നിന്നെ കാത്തിരിക്കുന്ന ഒരു യേശു ഉണ്ട്. ആ യേശുവിന്റെ മുമ്പിലേക്ക് നീ വിശ്വാസിയായിരിക്കും. ഓ സഹോദര സഹോദരി, നിങ്ങൾ വിശ്വാസികളായിരിക്കും, പക്ഷെ പലതിലും നിങ്ങൾക്ക് അത്രയും ഓപ്പണായി എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പറയുന്നവർ, ഇന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി സകലതും ഒരുക്കി, പിതാവിന്റെ പക്കൽ നിന്ന് എടുത്ത് യേശു സകലതും നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇന്ന് ഓരോന്നും കാണിച്ച്, പല ഡിഷുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തടത്ത് ചെല്ലുമ്പോൾ ഒരു നെയിം ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരും. നിങ്ങളുടെ ഈ ഏരിയയ്ക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഇതിന് വേണ്ടിയത്, നിങ്ങൾക്ക് വേണ്ട ഈ ആവശ്യത്തിനുള്ളത്, ഇത് മുഴുവൻ ഞാനിതാ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പല വിടുതലുകളും, തടസ്സപ്പെട്ട് നിൽക്കുന്നെന്ന് പറയുന്നതിന്റെ വിടുതലുകളെ ഇന്നൊരു നെയിം ബോർഡിൽ എഴുതി കാണിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുമ്പിൽ എഴുതി കാണിക്കും. നീ പോകേണ്ട വഴി, ഓരോ ഡിഷിന്റെ പേരെഴുതി വെച്ചിരിക്കുന്നത് പോലെ വിടുതലുകൾ ഓരോന്നും അടുത്ത മൂവ് എന്ത് ചെയ്യണമെന്നുള്ളതിന്റെ ഒരു ക്ലൂ പോലെ, ഹല്ലേലൂയ, ഒരു കാർഡിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്ന അനേകരുടെ മുമ്പിൽ ഇന്നത് പ്രത്യക്ഷമായി നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കും. ഒരു കാർഡിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ, യു ജസ്റ്റ് ഡു ദിസ്, യു ജസ്റ്റ് ഡു ദാറ്റ് എന്ന് പറയുന്നത് പോലെ, ഒരു സ്പെസിഫിക് സ്റ്റെപ്പ് വഴി കർത്താവ് എഴുതി കാണിക്കുന്നത് പോലെ ഇന്ന് തീരുമാനമെടുക്കാനായിട്ട് നിൽക്കുന്നവർ, അനേകം കാര്യങ്ങളിൽ ഭാരപ്പെട്ട് നിൽക്കുന്നവരോട് ഇതുവരെ നിങ്ങൾ കാണാത്ത ചില വഴികളെ ഇപ്പോൾ കർത്താവ് തുറന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരും. സമാധാനത്തിന് മുമ്പിൽ സമാധാനമില്ല കർത്താവ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു നിൽക്കുന്നവരോട് ഇന്ന് അവന്റെ കൈ നിങ്ങളെ സ്പർശിക്കും. അത് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഇത് വെറുതെ പറയുന്നതല്ല, വിശ്വസിക്കുക മാത്രം ചെയ്യും. നിങ്ങളുടെ പ്രവൃത്തി കർത്താവിന് വേണ്ട, നിങ്ങളുടെ ഭക്തി കർത്താവിന് വേണ്ട, നിങ്ങളുടെ ഉപവാസം കർത്താവിന് വേണ്ട. നിങ്ങളൊന്നും വെടിഞ്ഞിട്ടോ നിങ്ങളുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ചിട്ടോ നേർച്ച നേർന്നിട്ടോ അല്ല അവൻ സന്തോഷിക്കുന്നത്. വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ കർത്താവ് ലിമിറ്റ് ചെയ്തിരിക്കുന്ന ഒറ്റ കാര്യത്തിലേക്ക് മാത്രം, വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്തേ. താങ്ക് യു ജീസസ്. നിങ്ങളുടെ മുമ്പിൽ ഇന്ന് കാർഡിൽ എഴുതി കാണിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് അടുത്ത സ്റ്റെപ്പുകൾ ഒന്നൊന്നായിട്ട് കാണിച്ചു തരുന്ന ഒരു അത്ഭുതകരമായ ഒരു ലെവലിലേക്ക് നിങ്ങളെ ഉയർത്താൻ എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെ എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. വീണ്ടും പരിശുദ്ധാത്മാവ് പറഞ്ഞു, എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു, കം ആൻഡ് എൻജോയ്, ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ. നിനക്ക് സംശയമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് കൂടെ വന്ന് ഓരോന്നും പരിചയപ്പെടുത്തുന്നത് പോലെ, ഇത് മുഴുവൻ യേശുവിൽ നിന്ന് എടുത്ത് നിരത്തി വെച്ചിട്ട് ഇത് പരിചയപ്പെടുത്തി തരുന്ന പോലെ, നിങ്ങൾക്ക് പലപ്പോഴും പുതിയൊരു ഡിഷ് കണ്ടാൽ പലപ്പോഴും അത് ടേസ്റ്റ് ചെയ്യാൻ മടിയായിട്ട് നിൽക്കുന്നവരോട് അതിന്റെ ഷെഫ് തന്നെ വന്ന് അത് ടേസ്റ്റ് ചെയ്ത് കാണിച്ചിട്ട്, ഇതാണ് ഈ ചെയ്തിരിക്കുന്നത്, ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്, ഇതാണ് നിനക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്, ദിസ് ഇസ് വെരി ഫൈൻ എന്ന് പറഞ്ഞ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് പോലെ ഇന്ന് പരിശുദ്ധാത്മാവ് പല കാര്യങ്ങളിലും നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് നിങ്ങളുടെ കൂടെ നടന്ന്
നിങ്ങളെ കൈ ചൂണ്ടിക്കാണിച്ച് ഓരോന്നും നിങ്ങളെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക. ഓ ഹല്ലേലൂയ, ഒന്ന് എടുത്തൊന്ന് എൻജോയ് ചെയ്തേ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ, പരിശുദ്ധാത്മാവ്, എനിക്ക് ഇതുവരെ അന്യഭാഷ എനിക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ പലപ്പോഴും വിശ്വസിക്കുന്നു, പക്ഷേ എനിക്ക് അത്ര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കൃപാവരങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമാണ്. പരിശുദ്ധാത്മാവ് തന്നെയാണോ ഇന്ന് വീണ്ടും പരിശുദ്ധാത്മാവ് തന്നെയാണോ എന്നോട് സംസാരിക്കുന്നതെന്ന് സംശയിക്കുന്ന, ഇതെന്താണ്, ഇത് ഞാൻ എൻ്റെ ഇന്റലക്റ്റ് ആണോ പരിശുദ്ധാത്മാവാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ കുഴങ്ങുന്ന ഒന്നിലധികം പേരെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ നിറയ്ക്കും. ഇത് ഞാൻ തന്നെ എന്ന് അറ്റസ്റ്റ് ചെയ്യുന്നത് പോലെ, ഇത് ഞാൻ തന്നെ എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് അറ്റസ്റ്റ് ചെയ്യും. നിങ്ങൾ ഇനിയും മുതൽ സംശയിക്കത്തില്ല, പരിശുദ്ധാത്മാവാണോ അതോ എൻ്റെ മനസ്സാണോ, എൻ്റെ ബുദ്ധിയാണോ, പരിശുദ്ധാത്മാവാണോ ഈ എന്നോട് സംസാരിക്കുന്നതെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോട് ഇന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും ഒരു കാര്യം കൂടെ ഉറപ്പിക്കുക. നിങ്ങൾ ഇന്ന് ഹൃദയം തുറന്നു കൊടുത്താൽ, നിങ്ങൾ റെഡിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയും, ഇത് ഞാൻ തന്നെയാണ്. നിങ്ങളെ അറ്റസ്റ്റ് ചെയ്യുന്ന പോലെ കൺഫേം ചെയ്യുന്നു. ഒരു കൺഫർമേഷന്റെ സ്പിരിറ്റ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന് റിലീസ് ആകുക. ആവശ്യമുള്ളവർ അതിനെ സ്വീകരിച്ച് കൺഫർമേഷൻ, ഹോളി സ്പിരിറ്റിന്റെ കൺഫർമേഷൻ, ഒരു റീകൺഫർമേഷൻ. നിങ്ങൾ പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കും, പക്ഷേ വീണ്ടും വിചാരിക്കും, ഇത് പരിശുദ്ധാത്മാവ് തന്നെയാണോ അതോ ഞാൻ തന്നെ എൻ്റെ ബുദ്ധി ചിന്തിക്കുന്നതാണ്. ഇങ്ങനെ സംശയിക്കുന്നവരോട് ഇന്ന് പരിശുദ്ധാത്മാവ് ഇടപെടും. ഹോളി സ്പിരിറ്റ് നിങ്ങളോട് നേരിട്ട് പറയും, ദിസ് ഇസ് മീ. ഹല്ലേലൂയ. ആ കൂട്ടായ്മയ്ക്കകത്തേക്ക് ഒന്ന് കയറി നിന്നേ. ഇന്ന് ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം അവിടെ ഉണ്ട്. ഇതെല്ലാം ഓൾറെഡി പ്രസൻസ്, ഹിസ് പ്രസൻസ് ആൻഡ് എവറിഥിങ് ഈസ് ദെയർ. ഇന്ന് ആ ഏരിയകളിലേക്ക് കർത്താവിൻ്റെ ഒരു ലൈറ്റ് പാസ് ചെയ്യുക. ആ ലൈറ്റ് പാസ് ചെയ്യുന്നിടത്തോട്ടൊന്ന് നോക്കിക്കേ. താങ്ക് യു ജീസസ്. സമാധാനവും സന്തോഷവും കൊണ്ട് കർത്താവ് സകല കുടുംബങ്ങളും നിറയുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുടെയും ജീവിതത്തിൽ കർത്താവ് സമാധാനം, സന്തോഷം, ക്രിസ്തുവിലുള്ള പ്രത്യാശ ഇതൊക്കെ നിറയുന്നതിനായിട്ട് സ്തോത്രം ചെയ്യും. കർത്താവ് അവരുടെ പ്രവൃത്തി കൊണ്ടല്ല, അവരെന്തെങ്കിലും ചെയ്തിട്ടല്ല, അവർ നേർച്ച നേർന്നിട്ടോ അവരെന്തെങ്കിലും ചെയ്തിട്ടോ മതം മാറിയിട്ടോ ഒന്നുമല്ല, അവർ വിശ്വസിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് കർത്താവിന് കുടുംബങ്ങളിൽ സമാധാനം കൊണ്ട് നിറയുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വത്താലും കർത്താവ് ഞങ്ങളെ നിറച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Hallelujah. Many people who are really confused when they hear the voice of Holy Spirit, they think whether this is me or Holy Spirit. For such people, if you can believe, Holy Spirit will reattest you and he will clearly say that this is me. It's not your intellect, it's not your thinking, it's me എന്ന് പറയുന്ന പോലെയുള്ള ഗൈഡൻസ് എത്ര പേര് അത് ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർക്ക് കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ട്? ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്ന അനേകർക്ക് കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ട്. ഇത് പരിശുദ്ധാത്മാവാണോ എൻ്റെ ബുദ്ധിയാണോ? പക്ഷെ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ നിങ്ങളുടെ ബുദ്ധി സമ്മതിക്കുന്നില്ല പലപ്പോഴും. ദിസ് ഇസ് മൈ തിങ്കിങ്, അല്ലെങ്കിൽ ഇതൊരു ഫ്ലൂക്കിന് ഞാൻ ചിന്തിച്ചതാ, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം കൊണ്ട് ഞാൻ ചിന്തിച്ചെടുക്കുക. ഈ വിചാരത്തെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ നിങ്ങളോട് ആൻസർ കേൾക്കത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് ആലോചന പറയുന്നതെങ്കിൽ he will reconfirm you right from today. ഇത് സ്വീകരിച്ചവരോട് ഞാൻ പറയാം, നിങ്ങൾ ഇതൊന്ന് എക്സസൈസ് ചെയ്ത് നോക്കിക്കോ. ഇത് പരിശുദ്ധാത്മാവാണോ? പരിശുദ്ധാത്മാവിനോട് തന്നെ, ഹോളി സ്പിരിറ്റിനോട് തന്നെ. ബിക്കോസ് ജീസസ് ടോൾഡ് that I will send him to be with you every time and he will reattest. ഇന്ന് മുതൽ ഈ എക്സ്പീരിയൻസ് കിട്ടി തുടങ്ങുന്നവർ അടുത്ത ആഴ്ച എന്നോട് പറയണം. അസംശയിച്ച് നിന്നവരോട് തന്നെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. നിങ്ങളുടെ കൂടെ തന്നെ ദിസ് ഇസ് മീ. ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും. അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ എടുക്കാവുന്നത്? ഇന്ന് അതുപോലെ തന്നെ എഴുതി കാണിക്കുന്നത് പോലെ എന്താണ് അടുത്ത സ്റ്റെപ്പ്, എന്ത് ഞാൻ എടുക്കണം, ഇതെടുക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണോ, ഞാൻ എൻ്റെ അടുത്ത തീരുമാനം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നവരോട് നിങ്ങളോട് ക്ലിയർ ആയിട്ട് കർത്താവ് ഇടപെടും. റൈറ്റ് ചെയ്ത് കാണിക്കുന്നത് പോലെ ഒരു ബാങ്കറ്റിനെ എടുത്തു വെച്ചിട്ട് അതിനകത്ത് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും കാണാം. നമ്മളിപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു എല്ലാ രാജ്യങ്ങളുടെയും ഫുഡ് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പലതും നമുക്ക് അറിയാൻ വയ്യാത്തുണ്ടാവും. പക്ഷെ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് സഹിതം എഴുതി വെച്ചിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഇന്ന് മുതൽ നിങ്ങളെ കാണിക്കാൻ തുടങ്ങും.
നമ്മളുടെ ആഗ്രഹമല്ല, കർത്താവ് ഹൃദയം തുറക്കുമ്പോൾ അത് സംഭവിക്കും. നമുക്കറിയാം, ഞാൻ വാതിലുകൾ വന്ന് മുട്ടുന്നു, നിങ്ങളുടെ ഹൃദയം തുറന്നു തന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഒന്ന് വസിക്കാമെന്ന കർത്താവ് പറഞ്ഞു. പക്ഷെ വേറൊരിടത്ത് പറയുന്നു, ലുദിയയുടെ ഹൃദയം കർത്താവ് തുറന്നു. യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ ഞാൻ തുറക്കണം. പക്ഷെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും അറിയണമെങ്കിൽ കർത്താവ് ഹൃദയം തുറക്കണം. താങ്ക് യു ജീസസ്. ലുദിയയുടെ ഹൃദയം തുറന്നത് എന്താണെന്ന് വെച്ചാൽ, അവൾ യേശുവിനെ സ്വീകരിക്കാനൊക്കെ റെഡിയായിരുന്നു. പക്ഷേ ഇതിന്റെ മുമ്പിൽ എന്താ നിൽക്കുന്നതെന്ന് അറിയാനായിട്ട് അവളുടെ ഹൃദയം തുറന്നു കൊടുത്തു. അതുപോലെ ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ കർത്താവ് തുറന്നു തരും. വിശ്വസിക്കുക മാത്രം ചെയ്യുക, വേറെ ഒന്നും ചെയ്യേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതിനാദ്യം വേണ്ടത് എൻ്റെ ബുദ്ധിയെ എടുത്ത് മാറ്റണം. ഞാനൊരു ഒഴിഞ്ഞ പാത്രമായിട്ട് എടുത്തു കൊടുക്കണം. The greatest quality of a cup is that it is empty. അത്ര കറക്റ്റ്. ഒരു കപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പാത്രത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് ഒഴിഞ്ഞിരിക്കുന്നത്. നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രത്തെ കൊണ്ട് ആർക്കും ഉപയോഗമില്ല. പക്ഷെ ഒഴിഞ്ഞിരിക്കുന്ന ഒരു പാത്രത്തിൽ എന്തും നിറയ്ക്കാൻ പറ്റും. Hallelujah, that is the greatest quality. ഒരു കപ്പ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും, അത് എത്ര നല്ല മെറ്റീരിയൽ ആണെങ്കിലും, സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും, വേറെ ഏത് വലിയ കോസ്റ്റ്ലി മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയാണെങ്കിലും, ആ കപ്പ് ഒഴിഞ്ഞിരുന്നതെങ്കിൽ മാത്രമേ എന്നെ കൊണ്ട് പ്രയോജനമുള്ളൂ. അതുപോലെ ഇന്ന് ഒഴിച്ച് ഹൃദയത്തെ തുറന്ന് നയിപ്പിച്ചു കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിനോട് ഒരു നിമിഷം കർത്താവിൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞ, കർത്താവ് നിനക്കിഷ്ടമുള്ളതുപോലെ എന്നെ പണിയണം. നിന്റെ കൈകളിലേക്കാണ് ഞാൻ വിട്ടു തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. ഹല്ലേലൂയ. എൻ്റെ കൈകളിൽ തരാം. താങ്ക് യു ജീസസ്. ആ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പല പ്രോസസ്സിൽ കൂടെയാണ് പോകുന്നത്. ജീവിതത്തിന്റെ പല പ്രോസസ്സിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും യു ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ബെസ്റ്റ് പോട്ടർ. ഏറ്റവും നല്ലത് ചെയ്തെടുക്കാവുന്നവനാണ് നിങ്ങളെ കൈകളിൽ എടുത്തിരിക്കുന്നത്. ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് ഇരിക്കുമ്പോൾ അത് അവന്റെ കയ്യിലാണെന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയ പ്രാഗൽഭ്യം. പുറത്തെ പറമ്പിൽ എത്രയോ മണ്ണുണ്ട്, പക്ഷെ ഇന്ന് കുശവന്റെ കയ്യിലെ കളിമണ്ണായി തീർന്നിരിക്കുന്നവർക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്. താങ്ക് യു ജീസസ്. അവൻ തെരഞ്ഞെടുത്താ നിങ്ങളെ പോട്ടേഴ്സ് വീലിൽ വെച്ചിരിക്കുന്നത്. ആ ചക്രത്തിന്റെ മുകളിൽ നിങ്ങളെ വെച്ചിരിക്കുന്നത് അവൻ തെരഞ്ഞെടുത്തത് കൊണ്ട്. ആ പ്രോസസ്സ് മുഴുവൻ നടക്കുമ്പോഴും ഒരു കാര്യം എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? കുശവന്റെ കയ്യിൽ ആ പോട്ടർ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രോസസ്സ് മുഴുവൻ നടക്കുമ്പോഴും വിട്ടുമാറാതെ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ആ കളിമണ്ണിന്റെ പുറത്തുനിന്ന് വിട്ടുമാറാതെ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അത് കുശവന്റെ കയ്യ. അവന്റെ കൈ എപ്പോഴും അതിന്റെ പുറത്തുണ്ട്. ഹീസ് കീപ്പിംഗ് ദാറ്റ് ഗ്രിപ്പ്. അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സമയങ്ങളിലും കുശവന്റെ കൈ അതിൽ നിന്ന് മാറത്തില്ല. അവന്റെ ഗ്രിപ്പ് മുഴുവൻ അതിനകത്താണ്, അവന്റെ ശ്രദ്ധ മുഴുവൻ അതിനകത്താണ്. അതുപോലെ ഇന്ന് കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളെ അവൻ ഉപേക്ഷിക്കുകയില്ല, കൈ വിടുകയുമില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ ഇൻ ഹിസ് ഗ്രിപ്പ്. അവന്റെ കൈക്കുള്ളിലായിരിക്കുന്നത്. ആ പണി നടക്കുന്ന സമയത്ത് മുഴുവൻ അവന്റെ വിരൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുക. ആൻഡ് ഹീ ഈസ് മേക്കിംഗ് ഇറ്റ് ഇൻ എ വെരി ഗുഡ് മാനർ. അവന്റെ സ്കില്ല് മുഴുവൻ, ആ പോട്ടറിന്റെ മുഴുവൻ സ്കില്ലും ഉപയോഗിക്കുന്നത്, അവന്റെ ശ്രദ്ധ മുഴുവൻ വേറെ എവിടെയുമല്ല, ഈ പാത്രത്തിന്റെ മേല. ഇന്ന് കളിമണ്ണ് പോലെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയാം, ഇഫ് യു ആർ സബ്മിറ്റിംഗ് ജസ്റ്റ് ആസ് എ ക്ലേ, ഹിസ് ഫുൾ അറ്റൻഷൻ, ഹിസ് ഫുൾ സ്കിൽ ആൻഡ് ഹിസ് ഫുൾ ഗ്രിപ്പ് ഈസ് ഓൺ യു.
ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തെ കയ്യിലെടുത്ത് കർത്താവ് പിടിച്ചിരിക്കുന്നത്, അവൻ നോക്കുന്നത്, കർത്താവിന്റെ കണ്ണും കർത്താവിന്റെ കൈയും കർത്താവിന്റെ ചിന്തയും അവന്റെ പ്ലാൻസും മുഴുവൻ എവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഓൺ മീ. ഒന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ അവന്റെ കയ്യിലായിരിക്കുന്നത്, എന്നെ അവൻ കൈകളിൽ കകർത്ത് വഹിച്ചോണ്ടാണ് ഇത് ചെയ്യുന്നത്. when his fingers moves, oh hallelujah, that moves in a very skillful manner. ഞാൻ വെറുതെ നിന്ന് കൊടുത്താൽ മതി. ഞാൻ ആ പോട്ടേഴ്സ് വീലിരുന്ന് ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യത്തിലും ഭയപ്പെടേണ്ട കാര്യം, അവന്റെ കൈയുടെ ഗ്രിപ്പ് എന്റെ മേലുണ്ട്. താങ്ക് യു ജീസസ്. എത്ര പേർക്ക് ഇത് കാണാം? എന്റെ ജീവിതം അവന്റെ കൈകളിൽ സുരക്ഷിതമാണെന്ന് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ, ഐ ആം സോ സേഫ് ഇൻ ഹിസ് ഹാൻഡ്സ്, സോ സേഫ്. ഓ ഹല്ലേലൂയ. വേറെ ആരുടെയെങ്കിലും കൂട്ടാണോ? മുഴുവൻ ശ്രദ്ധയും, ഹിസ് ഫുൾ കോൺസെൻട്രേഷൻ, അറ്റൻഷൻ, സ്കിൽസ്, എവറിത്തിങ് ഈസ് ഓൺ മീ. അത് വിളിച്ചു പറഞ്ഞു, എന്നെ ഇങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന്റെ കൈ എന്നിൽ നിന്ന് മാറത്തില്ല. എന്റെ ജീവിതത്തിൽ ഇനി കൈ മാറത്തില്ല. ഈ ജീവിതത്തിൽ നിന്ന് ഈ കൈ മാറിപ്പോകത്തില്ല. ഓരോ മൊമെന്റിലും അവന്റെ സ്കിൽ എന്റെ മേൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സ്കിൽ, ഇത് മുഴുവൻ സൃഷ്ടിച്ചതിന്റെ ഏറ്റവും വലിയ ക്രിയേറ്റീവ് സ്കിൽ എന്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അപ്ലൈ ചെയ്യുന്നതെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രീഡെസ്റ്റൈൻ പ്ലാൻ ഓരോ നിമിഷവും നടത്തിക്കൊണ്ടിരിക്കുക എന്റെ മേൽ. കാരണം എവിടെ നിർത്തണം, എങ്ങോട്ട് മൂവ് ചെയ്യണം, ഏത് രീതിയിലൊക്കെ എന്നെ കൊണ്ടുപോകണമെന്ന് ഫുൾ ക്ലിയർ പിക്ചർ ഉള്ളവന്റെ കയ്യിലാണ് ഞാൻ ഇരിക്കുന്നത്. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കുക. പറഞ്ഞ കർത്താവ് നിന്റെ കയ്യിലാ. ഒരു നിമിഷം പോലും ഈ കൈ എന്റെ മേൽ നിന്ന് മാറത്തില്ല. എന്റെ ജീവിതത്തിൽ നിന്ന് നിന്റെ കൈ എടുത്ത് മാറ്റത്തില്ല. താങ്ക് യു ജീസസ്. എത്രയൊക്കെ സന്തോഷമുണ്ട്. കരങ്ങൾ ഉയർത്തി വരും. താങ്ക്സ്. കർത്താവിന് നന്ദി പറഞ്ഞു. കർത്താവ് ഇങ്ങനെയൊക്കെ നടത്തുന്നതിന്, കൈ വിടാതെ തന്നെ നടത്തുന്നതിന്, കയ്യിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് ഓരോ നിമിഷവും എന്നെ പണിഞ്ഞുകൊണ്ടിരിക്കുക. നന്ദി പറയും. ഹല്ലേലൂയ. ഒരു വേദനയും തോന്നാത്ത പോലെ വെള്ളം തൊട്ടിട്ടാ പിടിക്കുന്നത്. റഫായിട്ടൊന്നും അല്ല ഈ പോട്ടർ പിടിക്കുന്നത്, വെള്ളമൊക്കെ തൊട്ട് വളരെ സോഫ്റ്റ് ആയിട്ട്. എന്നെ അത്രയും കരുതലോടെ, ആ സ്നേഹത്തിന്റെ സോഫ്റ്റ്നെസ് എപ്പോഴും എൻ്റെ മുകളിലുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെയും കർത്താവിൻ്റെ വിരലിനെയും ഇടയ്ക്ക് ആ സ്നേഹം എങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എത്ര പേർക്ക് അത് കാണാൻ പറ്റുന്നു? നിങ്ങൾ എത്ര പേര് അത് അനുഭവിച്ചിട്ടുണ്ട്? എൻ്റെ ജീവിതത്തിൻ്റെയും കർത്താവിൻ്റെയും കൈയുടെ ഇടയ്ക്ക് ആ വെള്ളം, ആ സ്നേഹത്തിൻ്റെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക എപ്പോഴും. അതിനെ ഇങ്ങനെ നനച്ചിട്ട് മാത്രമേ കർത്താവിനെ ടച്ച് ചെയ്യൂ. എവിടെയെങ്കിലും ഒന്ന് എന്നെ ഒന്ന് വളച്ചെടുക്കണമെങ്കിലും അവിടെ കൂടുതൽ വെള്ളം തൊട്ടെന്നെ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ വളച്ചെടുക്കും. ഹല്ലേലൂയ. കാരണം ഈ ക്ലേക്ക് വേദന എടുക്കാൻ പാടില്ലെന്ന് പറയുന്ന പോലെ സ്കിൽ, അതാണ് സ്കിൽ. ആ വിരലിന്റെ ചെറിയൊരു ഇൻട്രിക്കേറ്റ് മൂവ്മെന്റിനകത്തായിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ ക്രിയേഷൻ ഉണ്ടായി വരുന്നത്. ചെറിയ ചില വളവുകളും ചില ചെറിയ ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയുടെ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ആയിരിക്കും. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോഴും ആ വെള്ളം ഇങ്ങനെ അതിനകത്തോട്, ആ സ്നേഹം അതിനകത്തോട് ഒഴുകിക്കൊണ്ടേയിരിക്കും. താങ്ക് യു ജീസസ്. ആ സ്നേഹം അനുഭവിക്കുന്ന എത്ര പേരുണ്ട് ഇപ്പോൾ? യേശു എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സ്നേഹം കൊണ്ട് ഇങ്ങനെ എന്നെ പൊതിഞ്ഞുകൊണ്ടിരിക്കാന്ന് പറയുന്നത്. താങ്ക് യു ജീസസ്. ദാറ്റ് ഇസ് ദ റിയാലിറ്റി. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന വചനത്തിൽ നിന്നും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. കേൾക്കാൻ പോകുന്ന വചനം കർത്താവ് പറയും. കർത്താവ് പറയുന്ന ആ വചനത്തിനകത്തുനിന്ന് കിട്ടുന്നത് മുഴുവൻ കർത്താവിൽ നിന്ന് തന്നെ ലീച്ച് ചെയ്യുക. ഈ സ്നേഹത്തിൽ, ഈ വിശ്വാസത്തിലൊക്കെ അതിനെ മിക്സ് ചെയ്ത്, നല്ലൊരു മീഡിയത്തിൽ മിക്സ് ചെയ്തിട്ട് എൻ്റെ ജീവിതം എന്ന് പറയുന്ന ക്യാൻവാസിനകത്ത് അങ്ങ് വരച്ചു തുടങ്ങി. കർത്താവ് ഏറ്റവും ബെസ്റ്റാക്കി ചെയ്യും. ഹല്ലേലൂയ. വചനം കേൾക്കാൻ എത്ര പേര് റെഡിയാ? നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോകും. കർത്താവെ നന്ദി പറയുന്നു. ഞങ്ങളിന്ന് ദൈവവചനം കേൾക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണം. നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഈ വചനം ക്രിയ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. വിക്രം ബ്രദറാണ് ഇന്ന് വചനം ഷെയർ ചെയ്യുന്നത്. വിക്രം ബ്രദർ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒക്കെ ഒന്നും കേൾക്കുന്നില്ലെന്ന് വിശ്വസിക്കുന്നു. ഒരു തംസപ്പ് അടിക്കാവോ? ഓക്കെ ആണെങ്കിൽ താങ്ക് യു ജീസസ്. എനിക്ക് ഒരു ഇൻ്റർനെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ഫിക്സ് ചെയ്തത്. എന്ത് വന്നാലും കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ജീസസ് ഫോർ ദിസ് വണ്ടർഫുൾ ഡേ. താങ്ക് യു ജീസസ്. ഇന്ന് എത്ര പേര് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ വെതറൊക്കെ? എത്ര പേര് പുറത്തൊക്കെ ഇറങ്ങിയോ? ലോക്ക്ഡൗണൊക്കെ പതുക്കെ മാറി എല്ലാവരും കർത്താവിൻ്റെ ഒരു ഫേവർ, ഒരു ദിവസം കൂടി നമുക്കൊരു നല്ലൊരു ദിവസം തന്നത്
അതിനോർത്ത് എത്ര പേര് കർത്താവിനെ നന്ദി പറയുന്നു? He's given us a wonderful day. It's a beautiful day today. Enjoy every moment of the day that God gives you. Every moment. It's precious actually. So enjoy it. കർത്താവ് ചെയ്ത നന്മകൾ ഓർത്ത് നമ്മൾ നന്ദി പറയുന്നു. കർത്താവ് ചെയ്ത കർത്താവ് തന്ന എല്ലാത്തിനും നമ്മൾ നന്ദി പറയുന്നു. നമ്മൾ ശരിക്കും when we talk about the things that God has done, we just look back and think about the things God has done in our life. Let me just do something very important. എത്ര പേർക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ, ഓൾറൈറ്റ്. Okay, great. So, coming back to what I was saying, when we look back, നമുക്ക് കർത്താവ് ചെയ്ത നന്മകളെ കുറിച്ച് നന്ദി പറയാനേ ഞാൻ ഇങ്ങനെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ഞാൻ നടത്തിയ വിധങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒന്ന് ബാക്കിലേക്ക് ഒന്ന് പോയി. ഹൗ ഗോഡ് വാസ് സോ ഫെയ്ത്ത്ഫുൾ, ഹൗ നമ്മൾ എന്തൊക്കെ ഇപ്പം കാണുന്ന സിറ്റുവേഷൻ അന്നത്തെ സിറ്റുവേഷൻ വളരെ വ്യത്യാസമാണ്. അന്ന് സിറ്റുവേഷൻസ് കുറച്ചുകൂടി ടഫാണ്. നമുക്ക് കർത്താവിനെ അറിയേണ്ട പോലെ നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഓരോ മൂമെൻറ്റിൽ സംശയിക്കുന്ന മൂമെൻറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ എടുത്ത സ്റ്റെപ്പ് കറക്റ്റാണോ, ഈ കർത്താവ് ജീവനോടെ ഉണ്ടോ, ഇതൊക്കെ സത്യമാണോ, ഇത് ചുമ്മാ ഒരു പ്രഹസനമാണോ, ആൾക്കാരെ കൂട്ടാനുള്ള ഒരു സംഭവമാണോ. നമുക്ക് വിഷയങ്ങളൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ പല ചിന്തകളും നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ കയറി ഇറങ്ങും. അവിടെ എല്ലാം കർത്താവ് സമയത്ത് നമ്മളെ ബലപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് നല്ല ഉറപ്പും തന്നിട്ടുണ്ട്. കർത്താവ് വിശ്വസ്തനാന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. കർത്താവ്, ഞാൻ ഒറ്റ വാക്കി പറഞ്ഞാൽ, വി ഹാവ് എ ഫേവർ ഓഫ് ഗോഡ്. നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ, കർത്താവ് നമ്മളെ നല്ല വ്യക്തമായിട്ട് അറിയാം. ഐ പേഴ്സണലി ബിലീവ് നമ്മൾ ഈ ലോകത്ത് വന്നപ്പോൾ തന്നെ കർത്താവിനെ നമ്മളെ വ്യക്തമായിട്ട് എനിക്ക് ബേസിക്കലി ഹൗ ഐ വാസ് ആസ് എ സ്പിരിറ്റ്, ഗോഡ് ന്യൂ മീ ആൻഡ് ഐ ന്യൂ ഹിം. ആൻഡ് നൗ വി ആർ ഇൻ ദിസ് വേൾഡ്. Now by grace we were able to see, and God has enabled us to find him. കർത്താവ് നമുക്കൊരു കൃപ തന്നു കർത്താവിനെ അറിയുവാനായിട്ട്. ഈ നല്ല കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെല്ലാം വേറൊരു ടോട്ടലി ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ പോയേനെ. നമുക്ക് എന്തൊക്കെ സംഭവിച്ചാലും, അനുഗ്രഹങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ, നമുക്ക് ഏറ്റവും വലിയ ഒരു ഇത് ഞാൻ ഓർക്കുമ്പോൾ കർത്താവ് തന്ന രക്ഷയാണ്. അതുകൂടാതെ നമുക്ക് ഉള്ള പ്രത്യാശ, ഇന്നത്തെ സിറ്റുവേഷൻ താൽക്കാലികമാണ്, നാളെ വരാൻ പോണത് മഹത്വകരമാണെന്നുള്ളൊരു പ്രത്യാശ നമുക്കുണ്ട്. അത് കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് തരുന്നുണ്ട്. ഹി ഗിവ്സ് അസ് ഹിസ് വേർഡ് ദാറ്റ് സ്ട്രെങ്തൻ അസ്. Because when we look at the Bible, there are many characters. Okay, നമ്മൾ പല ക്യാരക്ടേഴ്സിനെ നമ്മളൊന്ന് when you study them, when you focus on them, you can observe that they were all never perfect people. നമ്മളെപ്പോലെ തന്നെ സാധാരണ ആൾക്കാർ, കുറവുകളും വിഷയങ്ങളും പ്രാരാബ്ധവും അല്ലാതെയും ഒക്കെ പല വിഷയങ്ങളുള്ളവരൊക്കെ തന്നെയായിരുന്നു. പിന്നെ എക്കണോമിക്കലി കുറച്ച് വ്യത്യാസം കണ്ടേക്കാം. നമ്മൾ ഇപ്പം ജീവിക്കുന്ന പോലെയല്ലായിരിക്കും അന്നത്തെ കാലത്ത് ജീവിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ദ നീഡ്സ് വർ കൈൻഡ് ഓഫ് ദ സെയിം. ഇപ്പം നമ്മൾ ടെക്നോളജിക്കലിയും മെഡിസിനിലും ഒത്തിരി അഡ്വാൻസ്ഡ് ആണെങ്കിൽ പോലും വി സ്റ്റിൽ ഹാവ് പ്രോബ്ലംസ്, മെഡിക്കൽ ഇഷ്യൂസ്, പ്രോബ്ലംസ് സ്റ്റിൽ ദെയർ. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. റൈറ്റ്? അന്ന് യേശുവിനെ വേണം, ഇന്നും യേശുവിനെ നമുക്ക് വേണം. Though we are in the advanced part of this world, we are living in the most advanced part, and it's still advancing. എന്ത് വന്ന് പറഞ്ഞാലും God is the same yesterday, today and forever. We need Jesus. That is the hope that we have. നമുക്ക് പറയാൻ പറ്റത്തില്ല അന്നത്തെ സിറ്റുവേഷനിൽ
ഓരോ ഈ പറഞ്ഞ വ്യക്തികൾ, കർത്താവിനെ അറിഞ്ഞ സാക്ഷ്യപ്പെടുത്തിയ ബൈബിളിൽ രേഖപ്പെടുത്തിയ വ്യക്തികൾക്ക് ഇന്ന സാഹചര്യങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു ഗ്രേസ് ഉള്ളത് കൊണ്ടാണ് കർത്താവിനെ തിരഞ്ഞെടുത്തപ്പെട്ടത്. ഒരു സെക്കൻഡ്, ഞാൻ വോളിയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. സ്തോത്രം. Yeah, so coming back to what I am saying here, can you say with me, I am favored by God? അല്ലേ, ഐ എം ഫേവേർഡ് ബൈ ഗോഡ്. എനിക്ക് കർത്താവിൻ്റെ ഫേവർ ഉള്ളത് കൊണ്ടാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങളിരിക്കുന്ന എല്ലാവർക്കും, നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഓരോ വിഷയങ്ങളുണ്ടെങ്കിലും കർത്താവിൻ്റെ ഫേവറേറ്റാണ് നിങ്ങൾ. പേഴ്സണലി നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങളുടെ സാഹചര്യം നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നത്തില്ല. നിങ്ങളുടെ വിഷയങ്ങൾ നിൽക്കുമ്പോൾ, നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് നോക്കുമ്പോൾ യു വോണ്ട് ഫീൽ ഇറ്റ് ദാറ്റ് യു ആർ ഗോഡ് ഇസ് നോട്ട് ഗോഡ്. ഒരു സമയത്ത് എന്തൊക്കെയോ ചെയ്യുന്നു പോലെ നിങ്ങൾക്ക് തോന്നും. ബട്ട് ഐ എം ടെല്ലിങ് യു, അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, ഗോഡ് ഹാസ് ചോസൻ യു. യു ആർ ഹിസ് ഫേവറേറ്റ്. ഗോഡ് ന്യൂ യു. കർത്താവിനെ നിങ്ങളിവിടെ വന്നതിന് മുമ്പേ, എന്നെ നിങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പേ കർത്താവ് നിങ്ങളെ വ്യക്തിപരമായിട്ട് നല്ലപോലെ അറിയാം. നിങ്ങളുടെ കുറവുകളും അറിയാം, നിങ്ങളുടെ പ്ലസ് പോയിൻറ്റ്സ് എന്തൊക്കെയാണ് എല്ലാം കർത്താവിനെ അറിയാം. ദർ ഇസ് നത്തിങ് ദാറ്റ് വി ക്യാൻ സേ, നമുക്കുണ്ടെന്ന് പറയാനായിട്ടൊന്നും പറയാനില്ല. നമ്മളാക്കിയിരിക്കുന്ന കുടുംബം പോലും കർത്താവിൻ്റെ പ്ലാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ചിരിക്കുന്ന മുഖമൊക്കെ കണ്ടോട്ടെ. കർത്താവിൻ്റെ സഭയിൽ എല്ലാവരും നല്ല പല്ലൊക്കെ കാണിച്ച്, അല്ലേ, പല്ലില്ലാത്ത ആരും ഇല്ലല്ലോ നമ്മുടെ സഭയിൽ, എല്ലാവർക്കും പല്ലുണ്ടല്ലേ, ആ പല്ലൊക്കെ നല്ലപോലെ ഒന്ന് കാണിച്ച് ഹല്ലേലൂയ. ആഹാ, നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതിന് കർത്താവിനെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ഒന്നൊന്ന് ആലോചിക്കുക, 10-20 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? എങ്ങനെയാണ് ഫെലോഷിപ്പ് ചെയ്യുന്നത്? ലോക്ക്ഡൗണൊക്കെ വന്ന് ഇൻ്റർനെറ്റ് അന്നൊക്കെ വന്ന് ഇങ്ങനെ പകുതിക്ക് വരുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അതിനൊക്കെ ഓർത്തുന്ന കർത്താവിനെ മുഖത്തെ, കർത്താവിൻ്റെ ടൈമിങ് എന്ത് പെർഫെക്റ്റാന്ന് നോക്കിക്കേ. ലോക്ക്ഡൗണും ഇതൊക്കെ വന്നത് കർത്താവിനെ അറിയാം. അടുത്ത വാതിൽ മക്കൾ എല്ലാവരും കൂടി കൂടാൻ പറ്റുന്ന ഒരു ആക്സസ് പോയിൻ്റ്, ഇത് കൂടാൻ പറ്റുന്ന ഒരു ടൈം എപ്പോഴാണെന്നുള്ളത്. ഇൻ്റർനെറ്റ് ഇപ്പോൾ ഇനിയും നല്ലപോലെ അഡ്വാൻസ്, ഇനിയിപ്പോൾ വെർച്വൽ വരും. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോയിൻ ഗോ. സോ ടെക്നോളജി ഇങ്ങനെ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗോഡ്സ് പ്ലാൻ ഈസ് പെർഫെക്റ്റ്. ഇതിൻ്റെ കാര്യത്തിൽ ഗോഡിൻ്റെ ഈ പ്ലാനിൽ തന്നെ പെർഫെക്റ്റ് ആണെങ്കിൽ, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ പോലും ഗോഡ്സ് പ്ലാൻ ഈസ് പെർഫെക്റ്റ്. അല്ലേ? വി ആർ ലിവിങ് ഇൻ ദ ഗ്ലോറിയസ് ടൈം എവർ. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ വി ക്യാൻ ഹോപ്പ്. നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഒന്ന് പറഞ്ഞേ, ഉള്ളി ഒന്ന് പറഞ്ഞു, എനിക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഞാൻ വെറുതെ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞ്, ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ ഈ ലോകത്ത്. ഞാൻ അനാഥനല്ല. ഐ എം നോട്ട് എൻ ഓർഫൻ. എനിക്കൊരു ഉടയവനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഐ എം ദ ഫേവറേറ്റ് ഓഫ് ഗോഡ്. മലയാളത്തിൽ എങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ. ഞാൻ പൊന്നോമനാണ്, ചക്കര കുട്ടനാന്നൊക്കെ പറഞ്ഞ്, എൻ്റെ കർത്താവിൻ്റെ പൊന്ന്. ഐ എം ഹിസ് ആപ്പിൾ ഓഫ് ദ ഐ ആണ്. ഹല്ലേലൂയ, അല്ലേ? ഞാൻ ഇപ്പം നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊന്നും കാണത്തില്ല, അല്ലേ? നമ്മളിങ്ങനെ പറയുന്ന പോലത്തെ വാക്കുകളൊന്നുമില്ല. പക്ഷെ ഐ എം ഷുവർ ഗോഡ് സീസ് എവറി വൺ ലൈക്ക് ദാറ്റ്. ഹീസ് ഹിസ് ഫേവറേറ്റ്. വി ആർ ഹിസ് ചിൽഡ്രൻ. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ്, ഈ കുടുംബത്തിലെ മക്കളാണ്. സോ ഐ എം സോ ഹാപ്പി അബൌട്ട്. എനിക്ക് സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. കർത്താവിൻ്റെ മകനാണ് ഞാൻ. ഹല്ലേലൂയ. ഓ മാറ്റ ഗ്ലോറിയസ്. എനിക്ക് മുഴു സ്വർഗമുണ്ട് എൻ്റെ കൂടെ. ദൂതന്മാരുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, പിതാവുണ്ട്, പുത്രനുണ്ട്, എല്ലാവരും എൻ്റെ കൂടെയുണ്ട്. ഓ വാട്ട് എ ഗ്ലോറി, വാട്ട് എ ഗ്ലോറി. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഐ എം സോ ഹാപ്പി വി ഓൾ ആർ പാർട്ട് ഓഫ് ദിസ് പ്ലാൻ. ഐ എം സോ ഹാപ്പി ദാറ്റ് we get this kind of teaching from some. കർത്താവിൻ്റെ പ്ലാനിങ് എല്ലാം കറക്റ്റാണ് കേട്ടോ. ഞാൻ ഒന്നും പറയാനില്ല. ദറ്റ്സ് വാട്ട് ഐ ക്യാൻ സേ. നമുക്ക് ഞാൻ വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം. ഇപ്പം എൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയാം. ഞാൻ അനേകർക്ക് എൻ്റെ സാക്ഷ്യം അറിയാം, എന്നാൽ പോലെ ഞാൻ ഒന്നും കൂടി പറയണം. സാക്ഷ്യമായിട്ടല്ല, കർത്താവ് എങ്ങനെ തിരഞ്ഞെടുത്തു എന്നുള്ള എൻ്റെ ഒരു, വെൻ ഐ ലുക്ക് ബാക്ക്,
I think I am not worthy. I am not worthy. The life I lived, I am not worthy to be chosen. ഹാലലൂയ. എൻ്റെ ചിന്തകളായിക്കോട്ടെ, എൻ്റെ സ്വഭാവമായിക്കോട്ടെ, എന്ത് വന്നാൽ ആയിക്കോട്ടെ, എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഈ നശിഞ്ഞ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചിന്ത എൻ്റെ തലയ്ക്കകത്ത് കയറിയിട്ടുണ്ട്. അത്ര പെയിൻഫുൾ പോലത്തെ സിറ്റുവേഷനായിരുന്നു. അപ്പനും അമ്മയും എന്നും വഴക്ക്. ഇറ്റ്സ് ലൈക്ക് എങ്ങനെ പറയാം, എവ്രിബഡി ഇൻ അവർ നെയ്ബേഴ്സ്, എവ്രി വൺ നോസ് ഇറ്റ്. സോ ഞങ്ങൾ 3 പിള്ളേരാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ചാടിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി. സോ ഇറ്റ്സ് ലൈക്ക്, പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഉള്ളിൽ ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ ഇരിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ അറിഞ്ഞു. തക്ക സമയമാകുമ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കർത്താവിനെ കുറിച്ച് പറഞ്ഞു. എന്താണെന്നുള്ള അറിഞ്ഞു കളയാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം പോയതാണ്. പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, അന്ന് ആ ദേവദാസൻ വചനം പറയുമ്പോൾ അത് എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചു, എടാ നീ ഈ പാസ്റ്ററിനോട് എന്നെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ പുള്ളി പറഞ്ഞില്ല, നിന്നെക്കുറിച്ച് നീ വരുന്ന പോലും പറഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ ഉള്ളിൽ തോന്നി, ഈ പറയുന്നതല്ല എന്നോട് പറയുന്ന പോലെ, എൻ്റെ കാര്യം പറയുന്ന പോലെ എനിക്ക് തോന്നിയല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ചിലപ്പം ഈ ഹിറ്റ് ഓർ മിസ് പോലെ വല്ല ആയിരിക്കും. പിറ്റേ ആഴ്ചയും പോയി. ദാട വീണ്ടും എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന പോലെ തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കര സംശയം. ഞാൻ ഓർത്ത് ഇതെന്താ സംഭവം എന്നുള്ളത്. ഞാൻ പിന്നെ എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചു, എടാ ഇവരെ വരുന്ന എല്ലാവർക്കും ഈ മെസ്സേജ് ഇതുപോലൊക്കെ തന്നെയാണോ പറഞ്ഞു കൊടുക്കുന്നത്? അപ്പോൾ അവന് പറഞ്ഞു, അങ്ങനെയല്ലടാ, ബൈബിളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു തരും, ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരും. അവൻ അത്ര ആത്മീയമനൊന്നുമല്ല. എന്നെ അങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ ഒരാഴ്ചകൾ ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിലൊരു സമാധാനം വന്നു കേട്ടോ. എനിക്കിങ്ങനെ പല വിഷയങ്ങളുണ്ട്, ഒത്തിരി വിഷയങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ എന്നെ വിങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം ഉള്ളിൽ. ഇതൊക്കെ ഈ വചനവും കർത്താവിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര എന്തോ. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ VJ ട്രാവനെ അവിടെ വെച്ച് കാണുന്നത്. ഹി കെയിം ആസ് എ ഗസ്റ്റ് ടു സിംഗ് എ സോങ്. ഐ വാസ് മൈൻഡ് ബ്ലോൺ ദ വേ ഹി സാങ് ദാറ്റ് സോങ്. അന്ന് ആദ്യമായിട്ടാണ് PG വർഗീസ് അങ്കിൾ ഞാൻ കാണുന്നത്. ഒരു കാവ്യ വസ്ത്രമൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഞാനോർത്ത് വല്ല സാമിയായിരിക്കും എന്ന് വിചാരിച്ചു. അന്ന് വചനൊക്കെ ഷെയർ ചെയ്തപ്പോൾ ഞാൻ ആകെപ്പാടെ ഐ വാസ് ബ്ലോൺ ഔട്ട്. ഞാൻ കണ്ടതും കേട്ടതോ യേശുവായിട്ട് ഈ പറയുന്ന ഒന്നും അല്ലല്ലോ എന്ന് ഓർത്തുപോയി. എൻറ്റയർലി ഡിഫറെൻറ്റ് യേശു. വചനത്തിൽ നിന്ന് കോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വചനത്തിൽ ഒന്നും അറിയത്തില്ലായിരുന്നു. ബട്ട് വെൻ ഐ ഹേർഡ് എവറിത്തിങ് ഐ വാസ് ലൈക്ക്, മാൻ, ഐ റിയലി നീഡ് സംതിങ് ലൈക്ക് ദിസ്. എനിക്ക് ഇതുപോലത്തെ ഒന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ കിട്ടിയാൽ മതി എന്നുള്ള ഉറപ്പിൽ ഒരു പൊട്ടനെ പോലെ 1 മാസം സഭയിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഞാൻ പാസ്റ്ററോട് എനിക്കിന്ന് സ്നാനപ്പെടണം. ഞാനൊന്ന് ചിന്തിക്കാൻ പോലും പോയില്ല. ഞാൻ എന്താ കാണിക്കുന്ന പോലും എനിക്കറിയത്തില്ല. ചെയ്യുന്ന ശരിയാണോ ഒന്നും എനിക്കറിയത്തില്ല. വീട്ടുകാരോട് ഒരു കള്ളവും പറഞ്ഞ് ഇറങ്ങി നേരെ പോയി സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ കൂട്ടുകാരോട്, എടാ നീ ഇതുവരെയും സ്നാനപ്പെട്ടിട്ടില്ല, ഞാൻ മണ്ടത്തരമെല്ലാം കാണിച്ചോ? അപ്പം പറഞ്ഞ്, എടാ ഞാനും 2-3 കൊല്ലം എടുത്തിട്ടാണ് സ്നാനം ചെയ്തത്, ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞു, ഞാൻ ഈ പൊട്ടനെ പോലെ എടുത്ത് സ്നാനം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം ശരിയാണ്, ഞാൻ അത്ഭുതം കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ വിഷയങ്ങളിങ്ങനെ കിടക്കുക. അപ്പം എൻ്റെ കൂട്ടുകാരൻ ബാലു പറയാണ്, എടാ നീ അതൊന്നും ഓർക്കണ്ട, നീ സ്നാനപ്പെട്ടില്ലേ, അപ്പം കറക്റ്റ് സമയമാകുമ്പോൾ കർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് സോൾവ് ചെയ്യും, എല്ലാ പ്രശ്നങ്ങളും നീ മാറും. അപ്പം അങ്ങനെ അത് കഴിഞ്ഞപ്പം എനിക്ക് അനേക പാസ്റ്റർമാരുടെ അടുത്ത് കൊണ്ടുപോകാൻ പോയി. അപ്പം നമ്മൾ ഈ കണിയാൻ പരിപാടി പോലെ, അതായത് ഓരോ പാസ്റ്റർ ഓരോ പ്രവചനം പറയും, അത് കേട്ട് നമ്മളെ ഹൈപ്പായും. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് പോകും. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ ഇത് ഇങ്ങനെയൊന്നുമല്ല, ഓരോ ആൾക്കാർ ഓരോ വേറെ എന്തൊക്കെയോ പറയുന്നതെന്ന് മനസ്സിലായി. എന്നാൽ പോലും കുറേയൊക്കെ ഏകദേശം ഇതായിട്ട് പറയുന്നത്, ചിലവരൊക്കെ നല്ല ജെന്യുവനാണ് കേട്ടോ, ഞാൻ ആരെയും ഇഴിച്ചു താത്തി പറയുന്നില്ല. ദേ ആർ എ വെരി ഗുഡ് പാസ്റ്റേഴ്സ്. എനിക്ക് ഒത്തിരി എൻ്റെ കാഴ്ചപ്പാടത്തെ മാറ്റിയ ഒത്തിരി പേരുണ്ട്. ബട്ട് ഗോഡ് ബ്ലെസ് ദെം ഓൾ. എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ ജേർണി പറയുകയാണ്. ഹൗ ഐ ഫെൽറ്റ് ഐ വാസ് ഫേവേർഡ് ബൈ ഗോഡ്.
അത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് മംഗലാപുരത്തേക്ക് പോയി ടു കണ്ടിന്യൂ മൈ MCA ആൻഡ് വട്ട് നോട്ട്. ആൻഡ് ദെൻ അവിടെ നിന്ന് എനിക്ക് സഭ കണ്ടുപിടിക്കണം. ഐ വാസ് ലൈക്ക്, വെയർ ക്യാൻ ഐ ഫൈൻഡ് എ ചർച്ച്? ഓരോ ആഴ്ചയിൽ ബോർഡ് കണ്ട നേരെ അങ്ങോട്ട് ഓടും. എനിക്ക് മംഗലാപുരത്തുള്ള ആരെയും എനിക്ക് അറിയത്തില്ല, വിശ്വാസികളായിട്ട് ആരെയും അറിയത്തില്ല. എനിക്കങ്ങനെ കണക്ഷൻസും ഇല്ല. അവൻ്റെ കൂട്ടുകാരൻ അങ്ങനെ വല്ല എന്തൊക്കെയോ അഡ്രസ്സ് തന്നെങ്കിലും എനിക്കതെന്തോ കണക്റ്റ് ആയില്ല. ഓരോ ചർച്ചിൽ ഒരു വിസിറ്ററായി അറിയുന്ന അഡ്രസ്സ് റോഡിൽ കൂടി ബസ്സിൽ പോകുമ്പോൾ കാണുന്ന ബോർഡ് കൊണ്ട് അങ്ങോട്ടൊക്കെ കയറും. അവിടെ പോയിട്ട് എന്തൊക്കെയോ എനിക്ക് ഐ ഫെൽറ്റ് ഇറ്റ്സ് നോട്ട് റൈറ്റ് ഫോർ ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ചേർച്ച് ഫോർ മീ. ഇറ്റ്സ് പേഴ്സണലി. സോ സഭ കുറ്റം പറയുന്ന ഒന്നുമല്ല. ഐ ഫെൽറ്റ് ഇറ്റ് ഇസ് നോട്ട് ഫോർ മീ. സോ ഐ പ്രേഡ്, കർത്താവേ എനിക്ക് പോകണം, എനിക്ക് വചനം കേൾക്കണം. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഞങ്ങളെല്ലാം കൂടി റൂമൊക്കെ എടുത്ത് താമസിക്കുക. അപ്പോൾ അവിടെ റൂമിൽ എൻ്റെ കൂട്ടുകാരൻ ഡെന്നിസ്, അവനിപ്പോൾ ഇവിടെ കാനഡയിലുണ്ട്. ഞാൻ പറഞ്ഞു, എടാ നിന്നെപ്പോലത്തെ ഒരുത്തൻ വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. അവൻ നോർത്ത് ഇന്ത്യക്കാരനാണ്, അവൻ്റെ പേര് പീറ്റർ എന്നാണ്. അവൻ വരികയെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഓക്കെ വന്നോട്ടെ. അപ്പം പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു മനുഷ്യൻ, നല്ലൊരു ചെറുപ്പക്കാരനാണ്. അവിടെ കോളേജിൽ സുള്ളിയിലെ ഒരു കോളേജിൽ കോഴ്സെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് പുള്ളിയുടെ സാക്ഷ്യം എന്നോട് പറഞ്ഞു. ഞങ്ങളെല്ലാം കൂടി ഇരിക്കുക. സാക്ഷ്യമെല്ലാം കേട്ടപ്പോൾ ഞാൻ ആകെപ്പാടെ ത്രിൽഡായിപ്പോയി. ഞാൻ കണ്ണുനീര് കരയാൻ തുടങ്ങി. എനിക്ക് ഇങ്ങനെ ചുമ്മാ കിടന്ന് കരച്ചിൽ വരുക. അത് കഴിഞ്ഞപ്പോൾ ബാക്കി ഞാൻ എല്ലാം ചുറ്റും നോക്കിയപ്പോൾ അവരെല്ലാം കഴിഞ്ഞ് നല്ലപോലെ കിടന്ന് ഉറങ്ങുന്നു. ഏതായാലും എനിക്ക് ഭയങ്കര നിറഞ്ഞ്, എനിക്ക് ഭയങ്കര സന്തോഷമാകുമെന്ന്. ഞാൻ പറഞ്ഞു, എടാ നിൻ്റെ സാക്ഷ്യം കിട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് അവനോട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. ഞാനിങ്ങനെ ചർച്ച അന്വേഷിച്ച് നടക്കുവാണ്. അപ്പോൾ അവനോട് ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ വന്നത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, എടാ എനിക്ക് അറിയത്തില്ല, എന്നോട് കർത്താവ് പറഞ്ഞു ഇങ്ങോട്ട് ട്രെയിൻ കയറാനായിട്ട്. അവൻ UP നിന്ന് വന്നതാണ്. UP നിന്ന് വന്നിട്ട് അവസാനം എന്തോ ജോലിക്കാണോ എന്തോന്ന് അറിയാം, എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്ത് കാര്യത്തിനാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു ചർച്ചിൻ്റെ അഡ്രസ്സ് കാണിച്ചു. നോക്കിയപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് അവിടെ ചർച്ച് കയറി, അവിടെ എല്ലാവരും കണ്ട് പരിചയപ്പെട്ടു. പിറ്റേ ആഴ്ചയിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അത് കഴിഞ്ഞപ്പോൾ അവനും ട്രെയിനിങ് കയറി പോയി. അപ്പോൾ അവനോട് കർത്താവ് പറഞ്ഞു തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ പൊട്ട മനസ്സിലാലോചിച്ച്, ഈ തൊട്ട് വാതിക്കെ കിടക്കുന്ന ഇത് കാണിക്കാനായിട്ട് UP കിടക്കുന്ന ഒരുത്തനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തി ദാണ്ടത് ഇവിടെ പറഞ്ഞ ഇരിപ്പുണ്ടെന്ന് കാണിക്കാനായിട്ട് ഞാനിങ്ങനെ കുറച്ച് സമയം എടുത്ത് എനിക്കൊന്ന് ഡൈജസ്റ്റ് ആകാനായിട്ട്. വേറെ ഒരാൾക്ക് പോലും അതിനെ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചില സമയത്ത് എൻ്റെ അടുത്ത് ഗോഡ്സ് വേസ് ആർ വെരി ഡിഫറെൻറ്റ്. വി ക്യാൻ നോട്ട് ഇമാജിൻ ഹൗ ഗോഡ് വർക്ക്സ് ഇൻ അവർ ലൈഫ്സ്. അതോടെ എനിക്ക് കൺഫർമേഷനായി, ഐ ആം ഫേവേർഡ് ബൈ ഗോഡ്. എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉറപ്പായിട്ടും കേൾക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്കല്ല. സോ മൈ ജേർണി ഗോസ് ഓൺ. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരു ചെറിയ ഭാഗം എടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഐ വോണ്ട് ടു ടെൽ യു ദാറ്റ് ഹൗ ഐ ഫെൽറ്റ് പേഴ്സണലി ഹൗ ഗോഡ് ഫേവേർഡ് മീ. വിത്തൗട്ട് ദാറ്റ് ഐ വിൽ നോട്ട് മേക്ക് ഇറ്റ് ദിസ് ഫാർ. ഗോഡ് ഒത്തിരി വേദനകളും എൻ്റെ എല്ലാ വിഷയങ്ങളും ഓരോന്നായിട്ട് തീരാൻ തുടങ്ങി. ഓരോ വിഷയങ്ങൾ ഓരോന്നായിട്ട് തീരാൻ തുടങ്ങി. എന്തിന്? ഞാൻ ഒരു ഇൻസ്റ്റൻസ് കൂടി പറയാം. ഞാൻ പ്രാർത്ഥിച്ചാൽ നടക്കും എന്നുള്ള എനിക്ക് ഉറപ്പ് വന്ന ഒരു സാക്ഷ്യം കൂടി ഞാൻ പറയാം. അന്ന് വിശ്വാസത്തിൽ വന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഈ വചനത്തിൽ നമുക്ക് എപ്പോഴും കേൾക്കുന്നതാണ്, നിങ്ങൾക്കും കർത്താവിൻ്റെ പറഞ്ഞാൽ നടക്കുമെന്നുള്ള കർത്താവ് ഉറപ്പ് തരുന്നുണ്ട് പല ഭാഗത്ത്. അപ്പോൾ എൻ്റെ അച്ഛന് ഒരു ബിസിനസ്സുണ്ട്. ഓക്കെ, it is always under loss. Okay, it is every time under loss. I don't know how he runs that business. JCBയുടെയും റോഡ് കോൺട്രാക്റ്റ് പണിയെടുക്കും. അപ്പം കറങ്ങി വരുമ്പോൾ എല്ലാവർക്കും പണിക്കാർ എല്ലാം കൊടുത്തിട്ട് നത്തിങ് ഇസ് ദെയർ, ഇറ്റ്സ് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ഞാൻ അപ്പോൾ ലോൺ എടുത്ത് 2 JCB അവിടെ കിടപ്പുണ്ട്. ഞാൻ എല്ലാ ദിവസവും അന്ന് വെക്കേഷൻ വരുമ്പോൾ കൈവയ്ക്കും, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഈ വാഹനത്തെ അനുഗ്രഹിക്കുന്നു, ബിസിനസ് ഉണ്ടാകട്ടെ, പണിക്കാരെ അനുഗ്രഹിക്കുന്നു, ഉണ്ടാകട്ടെ, അതായത് ബിസിനസ്സിൽ ഫ്ലറിഷ് ആകട്ടെ, ലോൺസ് എല്ലാം അടച്ചും തീരട്ടെ. എല്ലാ ദിവസവും രാവിലെ ഞാൻ പ്രാർത്ഥിക്കും. വീടിൻ്റെ ചുറ്റും ഞാൻ അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയും, എടാ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പം അമ്മയ്ക്ക് അറിയത്തില്ല ഞാൻ വിശ്വാസത്തിൽ വന്ന കാര്യം. ഇങ്ങനെ അറിയാം പോകുന്നുണ്ടെന്നുള്ളത്. സ്നാനപ്പെട്ട ഞാൻ പറഞ്ഞിട്ടില്ല, സ്നാനപ്പെട്ട കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ സമയമാകുമ്പോൾ അത് വന്നോളൂ ഞാൻ അറിയാമല്ലോ. അപ്പോൾ ഏതായാലും ഞാനിങ്ങനെ ചുറ്റും ഇങ്ങനെ നടന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. വിത്തിൻ മന്ത്സ് ദ ബിസിനസ് സ്റ്റാർട്ടഡ് ഫ്ലറിഷിങ്. ഓൾ ദ ലോൺസ് ദാറ്റ് ഹി ഹാഡ്, എവറിത്തിങ് പെയ്ഡ് ഓഫ്. അതോടെ എനിക്ക് നല്ല ഉറപ്പായി, ഞാൻ പ്രാർത്ഥിച്ചാലും എൻ്റെ ഉള്ളിൽ കർത്താവ് ഉള്ളതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ നടക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായി. ഐ ആം ഫേവേർഡ് ബൈ ഗോഡ്. ഗോഡ് നോസ് മീ. ഓക്കെ, ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു സാക്ഷ്യമാണ്. എനിക്കിത് മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ കിട്ടിയ സന്തോഷത്തിൽ റോഡ് എവിടെയെങ്കിലും തകർന്ന് കിടന്നാൽ ഞാൻ അവിടെ പോയി കൈവയ്ക്കും. യേശുവിൻ്റെ നാമത്തിൽ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നല്ല സൂപ്പർ റോഡായി മാറട്ടെ എന്ന് വിശ്വാസത്തിൽ പുള്ളി പറഞ്ഞു വിടും. നാട്ടിൽ പോയി ബാംഗ്ലൂർ പോയി തിരിച്ചു വരുന്ന കഴിയുമ്പോൾ നോക്കും, നല്ല അടിപൊളി റോഡ്. 1, 2, 3, 4, 5, 6 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. നല്ല അടിപൊളി റോഡായിട്ട് ഇരിക്കും. അത് അന്ന് നടക്കുമോ ഐ ഡോണ്ട് നോ. ബട്ട് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് വിട്ട് തിരിച്ചു വരുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഉള്ളി ഭയങ്കര സന്തോഷമായി. എന്താ പറയുന്നത്, നമുക്ക് പെട്ടെന്ന് ഒരു സൂപ്പർ പവർ കിട്ടത്തില്ലേ, സ്പൈഡർമാനെ പോലെ എന്തോ സൂപ്പർ പവർ കിട്ടിയ പോലത്തെ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ വന്നു. ഓ മൈ ഗാഡ്, ഐ ക്യാൻ നൗ യൂസ് ദിസ് പവർ. പക്ഷേ പിന്നീട് കർത്താവിന് നമ്മൾക്ക് കറക്റ്റ് സമയത്ത് അതിൻ്റേതായിട്ടുള്ള ജ്ഞാനം തരും. ഇതൊന്നും കർത്താവ് കൃപയാൽ തന്നതാണ്. അതെങ്ങനെയാണ് എന്താണെന്നുള്ളൊരു വിസ്ഡം ഉണ്ടല്ലോ, അത് സമയാസമയം നമുക്ക് കർത്താവ് തരും, അത് ഉപയോഗിക്കേണ്ടത്. ഓ ഐ പ്രൈസ് ഗോഡ് ഫോർ ദാറ്റ്. ഐ പ്രൈസ് ഗോഡ്. ഹൗ ഡു യു നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ കൈവച്ച അവിടെ സാധിക്കും, നിങ്ങളുടെ വിഷയങ്ങളായിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങൾ കൈവച്ച, നിങ്ങൾ പറഞ്ഞു വിട്ടാൽ അവിടെ അത്ഭുതം നടക്കും എന്നുള്ളത് നിങ്ങളത് വിശ്വസിക്കണം ആദ്യമേ. എനിക്ക് സന്തോഷത്തിൽ ഞാനത് പറഞ്ഞു വിട്ടു, സംശയിച്ചില്ല. എന്തല്ല, സംശയം കാണുമായിരിക്കും ഉള്ളിൽ, ചെറിയ എവിടെയെങ്കിലും നടക്കും. എന്നാലും എന്താ, പൊട്ടനെ പോലെ അങ്ങ് കൈവച്ച് അങ്ങ് പറഞ്ഞു വിടുക. സംശയിക്കാനൊന്നും പോണ്ട, ബുദ്ധിയൊന്നും ഓഫാക്കിയാൽ മതി, കർത്താവ് അത് ചെയ്തോളൂ. നിങ്ങൾ എന്ത് വിഷയം ആയിക്കോട്ടെ, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ എന്ത് വിഷയത്തിൽ നിങ്ങൾ കൈവച്ചു, നിങ്ങളുടെ പറയുന്ന വേർഡ് കർത്താവ് അത് ചെയ്തിരിക്കും. അത് കർത്താവിൻ്റെ ഉറപ്പാണ്. അത് വചനത്തിൽ തന്നെയുണ്ട്. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും കർത്താവ്, ഏതായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, നിങ്ങൾ ബാഡായിട്ടൊന്നുമല്ലല്ലോ ചോദിക്കുന്നത്, എല്ലാം നല്ലതേ ചോദിക്കത്തുള്ളല്ലോ. അപ്പം നല്ലതേ വരത്തുള്ളൂ. നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞേ, തൊട്ടടുത്തിരിക്കുക നിങ്ങളോടൊന്ന് പറഞ്ഞേ, എനിക്ക് നല്ലതേ വരത്തുള്ളൂ, എനിക്ക് നല്ലതേ വരത്തുള്ളൂ. ഞാൻ ഇനി കൈ ചൂണ്ടി സ്ക്രീനിലൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതേ വരത്തുള്ളൂ, നിങ്ങൾ ഇരിക്കുന്ന എല്ലാവർക്കും നല്ലതേ വരത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്കിന്ന് സന്തോഷമുണ്ട്? ഞാൻ കൈവച്ച അത്ഭുതം നടക്കും. കർത്താവ് എന്നാ കാര്യം എന്നറിയോ, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. കർത്താവ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നമുക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു ക്യാരക്ടറുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് അത്ര അറിയത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഗിഡിയനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പഴയ നിയമം എനിക്ക് അങ്ങനെ അത് വായിക്കുമ്പോൾ തോറും ഒന്നും മനസ്സിലാകും. ആ തുടക്കകാലത്തെ കാര്യം പറഞ്ഞാൽ വായിക്കുന്ന ഒന്നും മനസ്സിലാകത്തില്ല. പഴയ നിയമം ഒന്നും ഞാൻ എൻ്റെ കൂട്ടുകാരാ, എനിക്ക് ഒരു പിടുത്തവും കിട്ടില്ല, ഇതൊക്കെ നീ എങ്ങനെയാണ് ഇത് വായിക്കുന്നതാണ്. പുതിയ നിയമം ജോണിയിൽ നിന്ന് തുടങ്ങിക്കുമെന്ന് പറഞ്ഞു. അപ്പം അന്നിങ്ങനെ വായിച്ചൊക്കെ വിടും. അവിടെ ഇവിടെ നിന്ന് കിട്ടുന്ന മെയിനായിട്ടുള്ള കുറച്ച് വാക്കുകളൊക്കെ അവിടെ ഇവിടെ നിന്ന് കിട്ടുന്നൊക്കെ എഴുതി കുറിച്ചൊക്കെ വയ്ക്കും. പക്ഷേ പതുക്കെ കർത്താവിൻ്റെ സമയമായപ്പോൾ എന്നെ റിവീൽ ചെയ്ത് തന്നു. നമ്മുടെ ബ്രെയിനൊക്കെ നമ്മുടെ ഇത് ഒന്ന് പതുക്കെ തുറന്നു തരും. നമുക്ക് കുറേ കാര്യങ്ങൾ വ്യക്തമായിട്ട് അത് കാണാൻ തുടങ്ങും. ആ സീൻ വായിക്കും തോറും നമുക്ക് ഒരു ക്ലിയർ, അവിടെ നടന്നൊരു സംഭവം പോലെ നമുക്ക് തോന്നും നമ്മുടെ തലയ്ക്കകത്തത്. അത് സമയം, അത് നമുക്ക് അറിയത്തില്ല എന്നുള്ളത് കർത്താവിനോട് പറഞ്ഞാൽ മതി. എനിക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഗോയിങ് ഓൺ, ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഗിദിയോൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, പുള്ളി താമസിക്കുന്ന സ്ഥലം അന്നത്തെ ഇസ്രായേൽ. അപ്പം ജഡ്ജസിലുള്ള ഒരു ചാപ്റ്ററാണത്. ആ ചാപ്റ്ററിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദൈവം പ്രവാചകരെ കൊണ്ട് വിടും, സംസാരിക്കും, കർത്താവ് വിടുവിക്കും, വീണ്ടും അവർ പാപം ചെയ്യും. അവിടെ ഒരു വാക്ക് എപ്പോഴും കാണാൻ തുടങ്ങുന്നത്, എഗെയിൻ ദേ വാൻ ബാക്ക് ടു ദിയർ ഈവൽ വേസ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗിദിയോൻ്റെ അവിടെ ഒരു ഭാഗം വരുന്നത്.
ഗിദിയോൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഹീ ഈസ് ദ ലോവസ്റ്റ് ഇൻ ദിസ് പുള്ളിയുടെ ക്ലാനിൽ തന്നെയുള്ള ലോവസ്റ്റ്. അങ്ങനെ വലിയ പറയത്തക്ക വലിയ നല്ല അഡ്രസ്സുള്ള ഒരാളല്ല, അങ്ങനെ വലിയ പേരും അഡ്രസ്സൊന്നും ഉള്ള ഒരാൾ. മേ ബി ഹീ ഈസ് നോട്ട് ദാറ്റ് ഗുഡ് ഇനഫ്, ഐ ഡോണ്ട് നോ. പക്ഷേ അവിടെ ദൂതൻ വന്നിട്ട് സംസാരിച്ചിട്ട് പോലും പുള്ളിക്കാരന് മനസ്സിലായത് ദൂതനാണ്. പുള്ളിക്കാരൻ എനിക്ക് തോന്നിയത് ഈ പ്രവാചകൻ വന്ന് പറയുന്നത് പോലെയാണ്. പുള്ളിനെ കണ്ടപ്പോൾ തന്നെ വിളിച്ചു, ഹേ മൈറ്റി മാൻ ഓഫ് വാറിയർ കണ്ടിട്ട് ചോദിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പെട്ടെന്ന് ആ ഭാഗം ഒന്ന് നോക്കാം. ജഡ്ജസ് 6. ജഡ്ജസ് 6:11. മൊത്തം വായിക്കുന്നില്ല, ജസ്റ്റ് ഒരു പോർഷൻ മാത്രമേ. 11 to 12. ആരെങ്കിലും ഒന്ന് വായിക്കാവോ മലയാളത്തിലോ ആരെങ്കിലും? അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബീയേസിനായ യോശേവിന്റെ കരുവേലത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പു മിദ്യാനരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിക്കച്ചയ്ക്കെതിരെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. മതി. Hallelujah. Now the angel of the Lord came and sat under the terebinth tree and was in Orph, which belongs to Joash the Abiezrite, while his son Gideon threshed wheat in the winepress in order to hide it from Midianites. And the angel of the Lord appeared to him and said to him, the Lord is with you, you mighty man of valor. Hallelujah. നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞേ, മൈറ്റി മാൻ ഓഫ് വാലർ. നെഞ്ചത്ത് കൈ പിടിച്ചതെന്ന് പറഞ്ഞേ. എന്നാന്നറിയാവോ, നിങ്ങളെയും വിളിച്ചിരിക്കുന്ന അങ്ങനെയൊക്കെ തന്നെയാണ്. The Lord is with you. Hallelujah. ഈ ഗിദെയോന്റെ സംഭവം എന്ന് പറഞ്ഞാൽ അന്ന് ഈ മീഡിയനൈറ്റ്സ് വന്നിട്ട് ഉണ്ടാക്കുന്ന അവർ എങ്ങനെയെങ്കിലും എവിടേക്കിലൊക്കെ പോയി ക്രോപ്സൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവിടെ വന്ന് എല്ലാം നശിപ്പിക്കും. അത് നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നും കിട്ടാത്ത രീതിയിൽ നശിപ്പിച്ച് കളയും. ഇവർ പിന്നെ ഒളിച്ചും പാത്തൊക്കെ ഒരേ സ്ഥലത്ത്, മലയുടെ മേളിൽ, ഗുഹയിൽ, ഇപ്പം ഇത് വൈൻ പ്രസ്സിൽ. അപ്പം നമ്മുടെ നാട്ടിലെ പോലെ ക്രോപ്സിനൊക്കെ അടിച്ചടിച്ച് അകത്തു നിന്ന് പതിരൊക്കെ മാറ്റി എടുക്കുന്ന സംഭവമാണ്. അപ്പം ഇതുപോലത്തെ സിറ്റുവേഷനില്ല അവർക്ക് ആകെപ്പാടെ. അവർ അങ്ങ് ശരിക്കും അവർ അങ്ങ് ഇതായിപ്പോയി, ഭയങ്കര പാടായിപ്പോൾ അത് ജീവിതം. അതുപോലെ എനിക്കത് മനസ്സിലാക്കിയത് എങ്ങനെയാണ്, കാരണം ദേ ക്രൈഡ് ഔട്ട് ടു ദ ലോഡ് എന്ന് പറയുന്നുണ്ട് അവിടെ. കാരണം അതുപോലത്തെ ബുദ്ധിമുട്ടിലാക്കി അവർ. ആൾക്കാർ വന്ന് ചുമ്മാ കയറി അങ്ങ് അങ്ങനെ പോവും. അവരുണ്ടാക്കുന്നതെല്ലാം നശിപ്പിച്ചിട്ടാണ് പോകണം, ഒരു ഇതില്ലാതെ പോലെ. സോ what can we say? Because they sinned, that's why they had to go through these consequences. എന്ത് പറഞ്ഞാലും ഇവിടെ ഒരു ദൂതൻ വന്നിട്ട് പറയാണ്, ഗിദെയോൻ അവിടുന്ന് പിന്നെ അങ്ങോട്ട് പറയാണ്, ഞാൻ ഈ ഓക്കെ പുള്ളിക്കാരൻ്റെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ്റെ മനസ്സിലായത് പ്രവാചകനാണെന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം ഈ പറയുന്ന പോലെ പുള്ളിക്കാരന് ഇതെല്ലാം കൊണ്ടുവന്നു, പറയുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു, സാക്രിഫൈസ് ചെയ്യാനായിട്ടുള്ളൊരു ഇത് കൊണ്ടുവന്നു. ഇതെല്ലാം അത് തീ കത്തിക്കുകയും പിന്നെ ദൂതൻ അങ്ങ് ഡിസപ്പിയർ ആകുകയും പുള്ളിക്കാരൻ അപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ഇത് ഞാൻ ഇത്രയും നേരം സംസാരിച്ചൊന്ന് ഇരുന്നത് ഒരു ദൂതനോടായിരുന്നെന്ന്. പണ്ട് ഈ ദൂതന്മാരോടായിരുന്നല്ലോ എല്ലാവർക്കും സംസാരിക്കുമ്പോഴാണ് അവർക്കൊരു കോൺഫിഡൻ്റ് ആകുന്നത്. അതായത് ഒരു ഞാൻ ദൈവത്തെ കണ്ട പോലത്തെ ഒരു ഇതുപോലെയായിരുന്നു അന്ന്. ഇങ്ങനത്തെ ഉള്ളൊരു ഡിവൈൻ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ അപ്പം തന്നെ അവിടെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും. ആൻഡ് ദേ വിൽ നെയിം ഇറ്റ് സംതിങ്. ഓക്കെ, അത് നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ അതിൻ്റെ ഫുൾ ഇതിലേക്ക് വരുന്നില്ല. പക്ഷേ ഇവിടുത്തെ മെയിനായിട്ട് എനിക്ക് മനസ്സിലായത് ഈ പറയുന്ന വ്യക്തി, ഹീ ഈസ് God called him. God has chosen him. God has chosen him and called him as what? Mighty man of valor.
ഞാൻ ഈ വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത് ഞാനൊരു യൂത്ത് ക്യാമ്പിൽ പോകുമ്പോൾ ഞാനിങ്ങനെ വളരെ വിഷമിച്ചു. കാരണം ഒരു 4 ഡേയ്സ് യൂത്ത് ക്യാമ്പാണ് ഞാൻ ഓർക്കുന്നത്. അപ്പം 2 പാസ്റ്റേഴ്സ് ഗസ്റ്റ് സ്പീക്കേഴ്സ് വരും. അപ്പോൾ ഇതൊരു യൂത്ത് ക്യാമ്പായിരുന്നു. അന്ന് വന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അന്യഭാഷ കിട്ടി. എനിക്ക് ഒരു ഫസ്റ്റ് ഡേ ആയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കിട്ടിയില്ല. സെക്കൻഡ് ഡേ ആയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാകാൻ തുടങ്ങി. 3-ാമത്തെ ദിവസമായപ്പോൾ എല്ലാവരെയും ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്യഭാഷ ഇങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് പ്രയാസം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി എനിക്ക് രാത്രി പോയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ പാസ്റ്ററിനോട് ഞാൻ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട്. ആ പാസ്റ്റർ പറഞ്ഞതെന്ന് ഞാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞ പാസ്റ്ററെ എനിക്ക് ഭയങ്കര വിഷമമാണ്, എനിക്ക് മാത്രമേ ഇന്ന് കിട്ടാത്ത, ഞാൻ എന്തെങ്കിലും ചെയ്യണോ ഇത് കിട്ടാനായിട്ട്, എന്താ എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, നീ വിശ്വസിക്കുക, കർത്താവ് തരും, നീ അത് പറഞ്ഞു തുടങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ഉള്ളിൽ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് 4-ാമത്തെ ദിവസം ഫൈനൽ ഡേ, അന്ന് രാത്രി ഞാൻ മുട്ടുകുത്തി. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് ഈ ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടണം. ഒരു അന്യഭാഷ എനിക്കത് അനുഭവിക്കണം, എനിക്കത് പറയണം. അല്ലെങ്കിൽ എനിക്ക് വിശ്വാസത്തിൽ എനിക്ക് ഉറക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ എല്ലാവരെയും പറയുന്ന പോലെ ചുമ്മാ എന്തോ ജൽപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നും. സോ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ജെന്യുവൻ. ഐ വാണ്ട് ടു മേക്ക് ഷുവർ ഇറ്റ് ഈസ് ജെന്യുവൻ ആൻഡ് ഇറ്റ്സ് ഫ്രം ഗോഡ്. സോ വാട്ട് ഐ ഡിഡ് ഇസ് ദാറ്റ് ഡേ ഐ പ്രേഡ്. അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലത്തെ സെഷൻ കഴിഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. ലാസ്റ്റത്തെ സെഷൻ എല്ലാവരും പറഞ്ഞ് തീരാൻ പോണത്തെ അവസാനത്തെ സെഷൻ. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ അങ്ങ് എഴുതി ഉറപ്പിച്ചു, ചിലപ്പം കർത്താവിന് എന്നെ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും, ഞാൻ അത്ര വലിയ ഹോളി മാനൊന്നും അല്ലായിരിക്കും, ബാക്കിയുള്ളവരൊക്കെ നല്ല ഫാമിലിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും നമ്മുടെ ചിന്തകൾ പോകുന്ന ഒരു രീതികളെ. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പല ചിന്തകൾ കയറി വരുമല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് തന്നെ ഇപ്പം ഇതൊക്കെ ഉള്ളതല്ലായിരിക്കും, എനിക്ക് കർത്താവ് ഒന്നുമല്ല, അപ്പം തരുന്ന കൂട്ടത്തിലല്ല എന്ന് വിചാരിച്ചു. അന്നപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പാസ്റ്റർ അവിടെ നിന്ന് വിളിച്ചു, വിക്രം കം ഹിയർ. അപ്പോൾ ഈ പാസ്റ്റർ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല, വിളിച്ച് എന്നെ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ ഈ വാക്കാണ് ആദ്യമായി പറയുന്നത്. അപ്പോൾ ഞാനിത് കേട്ട ഉടനെ തന്നെ എനിക്ക് മനസ്സിലായി, ഈ വാക്ക് ഇത് എവിടുത്തെ വാക്കാണ്. എനിക്ക് വാലർന്നുള്ള വാക്കിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അന്ന് അത് കഴിഞ്ഞിട്ട് ഞാനത് കേട്ട ഉടനെ ഓക്കെ കഴിഞ്ഞു. പുള്ളിക്കാരൻ പ്രാർത്ഥിച്ചു, തലേ കൈവച്ച് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു പോയി. അപ്പം തന്നെ എൻ്റെ വായിൽ നിന്ന്, എൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ കുറേ വാക്കുകൾ വരാൻ തുടങ്ങി. ചെറിയ രീതിയിൽ വന്ന് തുടങ്ങി, അതങ്ങ് എക്സ്പ്ലോഡായിട്ട് ഐ തിങ്ക് ഐ സ്പോക്ക് ഈവൻ ചൈനീസ്. കാരണം I don't know what all language I spoke. It took me 1 hour to stop, my tongue to stop. It went on flowing from my mouth. ഞാനിത് പറയാനൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഇൻ കേസ് ഇവിടെ ആരെങ്കിലും അങ്ങനെ അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരു അനുഭവം കിട്ടിയിട്ടില്ല, ഐ എം ടെല്ലിങ് യു, ഇഫ് യു ആസ്ക്, മൈ ഗോഡ് വിൽ നെവർ ഹെസിറ്റേറ്റ് ടു ഗിവ് ഇറ്റ് ടു യു. You will explode and you can't stop it. That's how powerful it's going to be. And you will go on. You will just say something which you don't know, and you feel like you're in a different realm. So what I'm trying to say is, I heard this word, mighty man of valor. അപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ ഇത് പറഞ്ഞിട്ടാണ് എന്നോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. പറയുകയാണ് അങ്ങനെ ഒരു സംഭവം. അപ്പോഴാണ് എനിക്ക് ഈ സംഭവം പറയുന്നത്. ഞാൻ വലിയ സംഭവമായിട്ടല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ആ ഒരു ഭാഗത്തിൻ്റെ കാര്യം പറയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ചാപ്റ്റർ ധ്യാനിക്കാനും മനസ്സിലാക്കാനും വായിക്കാനും തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് ഈ ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലായത്. കർത്താവ് ചൂസ് ചെയ്യുന്ന ഓരോ വ്യക്തികളെ, നമ്മുടെ ആരെങ്കിലായിക്കോട്ടെ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും കർത്താവ് ചൂസ് ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വലിയ പദ്ധതിക്ക് വേണ്ടിയാണ്. വലിയ പദ്ധതിക്ക് വേണ്ടിയാണ് കർത്താവ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് വിട്ടുകൊടുത്താൽ മതി കർത്താവിന് വേണ്ടി. I'm sure God is going to use you mightily, most powerfully. And I am so glad that TNT meetings are going on so well. I'm so happy. It's nothing. Once you are married, you have more commitments. Once you are not married, you can do whatever you want for the Lord. You can just go on. Only thing is, somebody has to put a break on you to say, adu madi, avada madi, atra madi ennallathu. You can go on, TNTs. God use you mightily, amazingly. Just
be free for the Lord all the time. Don't God will take you to many heights. Hallelujah. So that's what I'm calling everyone over here as mighty man of valor. ഗോഡിൻ്റെ വലിയ ശക്തന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരാൾ പോലും നിസ്സാരക്കാരല്ല. അത് നിങ്ങൾ ആദ്യം വിശ്വസിക്കാൻ വേണം. നിങ്ങൾ വിട്ടുകൊടുത്ത് അങ്ങ് ഇറങ്ങിക്കേ. നിങ്ങൾ ആദ്യം വിശ്വസിക്കാതെ കർത്താവിന് ഐ തിങ്ക് ഹി കാൻ ഡു ഇറ്റ്. You have to believe in yourself that I am a chosen, I am the vessel of God, and God is going to use me for his mighty plan and his works. Hallelujah. എത്ര പേർക്ക് ഇന്ന് വിശ്വാസമുണ്ട് അത് കർത്താവ് എന്നെ ഉപയോഗിക്കും എന്നുള്ളത്? ഞാനിന്ന് വിട്ട് കൊടുക്കാൻ പോവാ. കർത്താവ് എന്നെ അങ്ങ് കൊണ്ടുപോകാൻ പോവാ. Hallelujah. My mouth is going to be the mouthpiece for God. Hallelujah. Every word that I come from my mouth is going to be God's voice. ഹല്ലേലൂയ. അനേകരെ കുഴി കിടക്കുന്ന അനേകരെ ഞാൻ കർത്താവ് ഇസ് ഗോയിങ് ടു യൂസ് മീ എന്ന് പറഞ്ഞേ. ഗോഡ് ഇസ് ഗോയിങ് ടു യൂസ് മീ. നിങ്ങളെ തന്നെ ഒന്ന് കണ്ടേ. നിങ്ങൾ കാണണം നിങ്ങളെ കർത്താവ് എങ്ങനെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ചുമ്മാ ഒന്ന് വിഷ്വലൈസ് ചെയ്തേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. വലിയ വലിയ കാര്യങ്ങൾ കാണണം. കർത്താവ് ഒരു കാര്യം പറഞ്ഞു. നമുക്കതൊന്ന് വായിക്കാം. John 14:12. ആരെങ്കിലും ഒന്ന് വായിക്കാവോ? ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. 13. ഓക്കെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, മോസ്റ്റ് അഷ്യൂർഡ്ലി. അത് പറഞ്ഞാൽ കോൺഫിഡൻ്റ്ലി, ഉറപ്പായിട്ട്. മോസ്റ്റ് ഒന്നും കൂടി ചേർക്കുന്നുണ്ട്. ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഉറപ്പായിട്ട്. മോസ്റ്റ് അഷ്യൂർഡ്ലി ഐ സേ ടു യു. ഓക്കെ, ഐ സേ ടു യു, he who believes in me, the works that I do, he will do also, and greater works than these he will do, because I go to my Father. And whatever you ask in my name, I will do, that the Father may be glorified in the Son. If you ask anything in my name, I will do it. Hallelujah. I am going to do greater things for God. എന്ന് പറഞ്ഞേ, വിശ്വസിച്ചേ. ഇത് കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. മോസ്റ്റ് അഷ്യൂർഡ്ലി, നിങ്ങൾ ഉറപ്പ്, മോസ്റ്റ് കോൺഫിഡൻ്റ്ലി ഐ ടെൽ ടു യു, മോസ്റ്റ് അഷ്യൂർഡ്ലി യു വോണ്ട് ടു ഡു മൈറ്റി തിങ്സ് ഫോർ ഗാഡ്. നിങ്ങളോട് അടുത്തിരിക്കുന്ന ആളോടൊക്കെ പറഞ്ഞേ, മക്കളെയൊക്കെ നോക്കി പറഞ്ഞേ, ഹല്ലേലൂയ, യു ഗോയിങ് ടു ഡു മൈറ്റി, യു ഗോയിങ് ടു ഡു മൈറ്റി എക്സ്പ്ലോയിറ്റ്സ്. ഡാനിയേൽ 11:32 പറയാണ്, those who know their God shall be strong and carry out mighty exploits. Those who know their God. How many of you know your God, Jesus Christ? കാര്യങ്ങളൊക്കെ ഉയർത്താവുന്ന പറയാവോ? I know my Jesus. Mighty exploits. ഒന്ന് പറയാവോ? Mighty exploits. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്തേ. കർത്താവ് അത്ഭുതം ചെയ്യും. അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് ഇതേപോലെ വേറൊരു ക്യാരക്ടറുണ്ട്. കർത്താവിൻ്റെ സ്വന്തം മാതാവ്. When she was chosen, what did God say to her? Let's look in Luke 1:26. ആരെങ്കിലും വായിക്കാവോ? ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. Now in the 6th month, the angel Gabriel was sent to God to a city of Galilee named Nazareth, to a virgin betrothed to a man whose name was Joseph, of the house of David. The virgin's name was Mary, and having come in, the angel said to her, "Rejoice, highly favored one. The Lord is with you."
ബ്ലെസ്ഡ് ആർ യു അമോങ് വുമൻ, ദ ലോർഡ് ഈസ് വിത്ത് യു. ഗിദിയനോടും പറഞ്ഞത് ദ ഗോഡ് ഈസ് വിത്ത് യു. നിങ്ങളോടും കർത്താവ് പറയുന്നത് ഗോഡ് ഈസ് വിത്ത് യു. ഹൈലി ഫേവേർഡ് വൺ, മൈറ്റി മാൻ ഓഫ് വാളർ, God is with you. God is with you. God is with you. Mighty exploits. God is with you. Hallelujah. Hallelujah. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് ഇന്ന് വിശ്വസിക്കുന്നുണ്ട്? മൈറ്റി എക്സ്പ്ലോയ്റ്റ്സ്. കർത്താവിന് വേണ്ടി അങ്ങ് ഇറങ്ങാൻ പോവാ. ഹാലേലൂയ. കൊയ്ത്തിൻ്റെ നാളുകൾ റെഡിയാണ്. നമ്മൾ ഇറങ്ങാൻ പോവാ. ഹാലേലൂയ. TNTs റെഡിയാണോ? നിങ്ങൾക്ക് വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ, അങ്ങ് പ്രത്യേകിച്ച് ഫാമിലി പോലത്തെ. യു ക്യാൻ ഡു മൈറ്റി എക്സ്പ്ലോയ്റ്റ്സ്. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യു. യു നോ വൈ? ഗോഡ് നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. നിങ്ങൾ ഈ മീറ്റിംഗിൽ ഇരിക്കുന്നത് തന്നെ ഒരു ആക്സിഡൻ്റ് അല്ല. നിങ്ങളെ സഭയിൽ ഇരിക്കുന്നത് തന്നെ ഒരു നിങ്ങളെ കർത്താവ് ചേർത്ത് കൊണ്ട് ഇരുത്തിയതാണ് ഈ സഭയിൽ. യുവർ പേരൻസ് വർ ചോസൻ. യുവർ കിഡ്സ് ആർ സിറ്റിംഗ് ദെയർ വിത്ത് യു. ഗോഡ് ഹാഡ് എ പ്ലാൻ. ഹി ഓൾറെഡി ചോസ് യു. മക്കൾ കർത്താവിനെ വിശ്വസിച്ചിട്ട് ഇറങ്ങി. പേരൻസ് അവിടെ കൂടെ ഇരിക്കുന്നുണ്ട്. കർത്താവ് ആ മകനെ മകളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. നിങ്ങൾ പേരൻസ് കേൾക്കുന്നത്. മൈറ്റി എക്സ്പ്ലോയിറ്റ്സ്, ഗ്രേറ്റർ വർക്ക്സ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് തിരഞ്ഞെടുത്തത് നിങ്ങളെ മാത്രമല്ല, ഹി ചോസ് എ എൻറ്റയർ ജനറേഷൻ. ഹല്ലേലൂയ. So never underestimate yourself. You have a very powerful God with you, who is walking with you, talking with you. He can open doors which are closed. ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ സംഭവങ്ങൾ കർത്താവിന് അതിനെ അത്ഭുതകരമായിട്ട് തുറന്ന് എല്ലാവരും കൈവിട്ട വിഷയമായിക്കോട്ടെ, നിങ്ങളവിടെ കയറിപ്പൊക്കെ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കൽപ്പിച്ചേ. വലിയ പ്രാർത്ഥനയുണ്ട്, ഒറ്റ നാമം പറഞ്ഞാൽ മതി. നടക്കാത്തവിടെ നടക്കും. മൈറ്റി, ഗ്രേറ്റർ, കർത്താവ് ചെയ്തതിനെക്കാട്ടും ഗ്രേറ്റർ വർക്ക്സ്. ഹല്ലേലൂയ. അത് നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളത് കാണണം. ഞാൻ ഉൾപ്പെടെ എന്നോട് പറയാൻ, ഐ എം ഗോയിങ് ടു സീ, ഐ എം ഗോയിങ് ടു ബി യൂസ്ഡ് ബൈ ഗോഡ്. ഹല്ലേലൂയ. 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 നിങ്ങളെ തന്നെ കാണണം. ഈ 2021 അത്ഭുതത്തിൻ്റെ കൊല്ലമാണ്. അത്ഭുതം, അനുഗ്രഹം കർത്താവ് സൈഡിൽ തരുമ്പോൾ we are going to be used by God amazingly. നമ്മുടെ ലൈഫ് മീനിങ് ആകുന്നത് അവിടെയാണ്. നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നുള്ളത് ക്വസ്റ്റ്യൻ അതെല്ലാം മാറും. എനിക്ക് ബോറടിയാണ്, ഒന്നും ചെയ്യാനില്ല, എനിക്ക് ബിസിയാണ്, അതൊക്കെ മാറി ഐ എം ഡൂയിങ് സംതിങ് മീനിങ് ഫുൾ ഇൻ മൈ ലൈഫ്. ഐ ആം വാക്കിംഗ് വിത്ത് മൈ ഗോഡ്. I am having fellowship with Holy Spirit. Holy Spirit is going to guide me. Holy Spirit is going to lead me to the things which I have never seen. ഈ പുസ്തകത്തിൽ പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും, പറയാത്ത കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. Greater things is going to happen. Hallelujah. Hallelujah. What a wonderful God we serve. What a wonderful Jesus we love. Oh, Jesus, we love you. Jesus, we adore you. We glorify your name, Lord Jesus. Hallelujah. വന്ന വഴി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. എവിടെ കിഴുന്നവണ കർത്താവ് അത്ഭുതം ചെയ്ത് ഇവിടം വരെ എത്തിച്ചു. ഇനി ഒരിക്കലും ബാക്കിലേക്ക് ഒരാൾ വന്ന് സഭയിൽ വന്നിട്ട് എന്തെങ്കിലും കലക്കോ എന്തെങ്കിലും ഒരു വിഷയമോ എന്തെങ്കിലും ടു നോട്ട് ഒന്നും കേൾക്കാൻ പോകേണ്ട. നിങ്ങൾക്കൊരു മിഷനുണ്ട്, നിങ്ങൾക്കൊരു ടാർഗറ്റുണ്ട്. ഫോക്കസ് ഓൺ ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനേകർ വന്നിട്ട് ആവശ്യമില്ലാത്ത ഇതൊക്കെ ഉണ്ടാക്കും. പക്ഷെ അതൊന്നും നമ്മൾ കേൾക്കാൻ പോകണ്ട. എൻ്റെ യേശു എന്നെ ഈ സഭയിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ പ്ലാനാണ്. ഞാൻ ഐ എം ഗോയിങ് ടു സ്റ്റേ. ഞാൻ ആരുടെ കുറവുകൾ നോക്കത്തില്ല, ആരുടെ കുറ്റം ഞാൻ പറയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗോഡ് ഈസ് ഗോയിങ് ടു യൂസ് ദ ചർച്ച്. ഗോഡ് ഈസ് ഗോയിങ് ടു യൂസ് മീ എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് ഗോയിങ് ടു യൂസ് മീ. അതിപ്പോൾ ഞാൻ എടുത്തെടുത്ത് പറയുന്ന കാരണം നിങ്ങൾക്ക് അത് ഉറപ്പ് വരാൻ വേണ്ടിയാണ്. നിങ്ങളെ കർത്താവ് എടുത്തിരിക്കുന്നത് കർത്താവിൻ്റെ പർപ്പസിന് വേണ്ടിയാണ്. കർത്താവ് ഇതെല്ലാം വചനത്തിൽ കൂടി പാസ്റ്റേഴ്സും നമ്മുടെ സഹോദരിമാരിൽ കൂടി ഇത് പറയിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്കും കൂടി ഉറപ്പുണ്ടാകാനാണ്. ഇത് ഒരു വ്യക്തിക്കുള്ളതല്ല. everyone, this word is for everyone. Hallelujah. Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. നല്ല സമയത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ കേട്ട വചനം കർത്താവെ
ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കർത്താവെ. We know, Lord Jesus, that we are chosen. We did not come by an accident. We believe Jesus himself is going to lead this army of God. He is going to do mighty things in the church. He is going to use everyone in this church, including children's, including elderly people. Every single person is going to be used for the kingdom. Oh, we want to see the glorious years, the glorious chapters, which is the stories which have never mentioned in the Bible. We're going to see more things happening in this coming years, Lord. Oh, which nobody has heard, nobody have seen the things. Oh, hallelujah. We want to thank you, Jesus, for this. We want to thank you for each and every person right now, Lord. We want to thank you for those who are not able to make up for the meeting. We want to bless them. We want to remember Tangu brother and Thomas brother in prayer. We want to pray that, Lord, use them mightily, Lord. Again, use them, Lord. We want to thank you, Jesus, that you are using them. We want to bless JB brother and family. We want to bless each and every person in this meeting right now, Lord. They are all chosen. They are mighty warriors. They are going to do mighty exploits for you, Lord. They're going to tear down break whatever the devil has built. They're going to smash and trample over him. And that's how this army is going to go, Lord. We are the sickle in the arms of the Lord. We want to thank you. We want to praise you. We want to bless each and every one right now. In Jesus' name we pray. Amen and amen. And bless you all. Amen, amen, amen. Hallelujah, hallelujah. What a wonderful Jesus we have. Thank you, Jesus. His plans are so mighty. It goes beyond our thinking pattern. ഈ വാക്യം വായിക്കുമ്പോൾ, ഗിദെയോനെ തെരഞ്ഞെടുത്ത വാക്യം വായിക്കുമ്പോൾ അതിന്റെ തൊട്ട് മുമ്പത്തെ വാക്യങ്ങൾ, ഓ മാൻ ഓഫ് മൈറ്റി വാലർ എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് ഈ ഗിദെയോന്റെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചു. ഹി വാസ് ഹൈഡിങ്, ഒളിച്ചിരിക്കുന്ന ആൾ, ഭയപ്പെട്ട് മിദ്യാനർ എന്ന് പറയുന്ന ഒരു ട്രൈബിനെ ഭയപ്പെട്ട് മാറിയിരിക്കുന്ന ആൾ, ആരും കാണാതെ ഒളിച്ചിരിക്കുന്ന ഒരാളെ നോക്കിയിട്ടാണ് ദൈവത്തിന്റെ ദൂതൻ പറയുന്ന മൈറ്റി മാൻ ഓഫ് വാലർ. വീരന്മാരിൽ വീരനെ, ശൂരപരാക്രമിയെ എന്നൊക്കെ വിളിക്കാൻ പറ്റിയ ആളാണ് ഒളിച്ചിരുന്ന് കാര്യം ചെയ്യുന്ന ആൾ. That is God. He wants to change people. He doesn't want a mighty warrior and call him as a mighty warrior. He wants a meek man to be called as a mighty warrior. Hallelujah. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, പരാജയപ്പെട്ട് പേടിച്ച് മാറി നിൽക്കുന്ന ഒരാളെ നോക്കിയിട്ടാണ് ദൈവം വിളിക്കുന്നത്, നീയാണ് വീരനാകാൻ പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കും, എനിക്കിത് മുഴുവൻ പ്രയാസമായി തീരുമെന്ന് ചിന്തിക്കാൻ സാധ്യതയുള്ള മറിയയോടെ പറയുന്നത്, നിനക്ക് കൃപ ലഭിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്, നിങ്ങൾ ഭയപ്പെട്ട് മാറി നിൽക്കുന്നത്, നിങ്ങൾ എംറ്റി ആണ്, നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരോടാണ് കർത്താവ് പറയുന്നത്, മൈറ്റി മാൻ ഓഫ് ഗാഡ്. ഹല്ലേലൂയ. നിങ്ങളെ പോലെയുള്ളവർ. അതാണ് ഞാൻ ആദ്യം ഇന്ന് ആ വചനം കർത്താവ് കൊണ്ടുവരുന്ന വരവ് നോക്കി, ആ ഹോളി സ്പിരിറ്റ് അത് അറേഞ്ച് ചെയ്യുന്നുണ്ടോ. ഒഴിഞ്ഞ പാത്രത്തെയാണ് കർത്താവിന് വേണ്ടത്, നിറഞ്ഞു നിൽക്കുന്നതിന് ആവശ്യമില്ല. ഞാൻ ഒഴിഞ്ഞാണ് ഏൽപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോഡ് വിൽ സേ ദാറ്റ് ഐ ആം ഗോയിങ് ടു യൂസ് യു. ഹല്ലേലൂയ. കർത്താവ് ഈ സമയം മുഴുവൻ ഉപയോഗിക്കാൻ പോവാ, നിശ്ചയം. He's changing the whole situation. He's changing the scenario. He's changing the picture. The whole game has been changed. Thank you, Jesus. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ കയ്യാൽ അത്ഭുതകരമായ ശുശ്രൂഷ നടക്കും? സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്ന മാത്രമല്ല ശുശ്രൂഷ. ഒരു രോഗിയുടെ മേൽ കൈവച്ചാൽ അവൻ സൗഖ്യം വരുന്നത് ശുശ്രൂഷയാണ്. തകർന്നിരിക്കുന്ന ഒരു ആത്മാവിന് ബലം കൊടുക്കുന്നത് ശുശ്രൂഷയാണ്. You are in partnership with God. And He is liable to do what you speak. Because when you speak, God speaks. He is liable. He is accountable for you. എൻ്റെ വായിൽ നിന്നൊരു വാക്ക് കർത്താവിൻ്റെ നാമത്തിൽ പുറപ്പെടുമ്പോൾ അത് തീരുമാനം ഉണ്ടാക്കണമെന്നുള്ളതിൻ്റെ ലയബിലിറ്റി കർത്താവിൻ്റെ മേലായിരിക്കും.
താങ്ക് യു ജീസസ്. അത്ഭുതങ്ങൾ സംഭവിക്കാൻ, അത്ഭുതകരമായിട്ട് ഉപയോഗിക്കപ്പെടാൻ പോകും. ഇന്ന് കേട്ട വചനം ഒന്ന് ഏറ്റെടുത്ത്. ഭയപ്പെട്ട് മാറി നിന്നവനെയാണ് കർത്താവ് വിളിച്ചത്. പേടിച്ചരണ്ടിരിക്കുന്നവരെയാണ് കർത്താവിന് വേണ്ടത്. നിന്നെ മാറ്റുമ്പോഴാണ് കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നത്. താങ്ക് യു ജീസസ്. മുഴുവൻ സെനറിയോ മാറുക. കഴിഞ്ഞ ആഴ്ച നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞായറാഴ്ച, എനിക്ക് തോന്നുന്നു ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു, പെട്ടെന്നാണ് എന്നെ വിളിച്ചിട്ട് ആവശ്യപ്പെട്ടത് കുവൈറ്റ് ശുശ്രൂഷിക്കണം. കഴിഞ്ഞ ദിവസം കുവൈറ്റിലെ മീറ്റിങ്ങിൽ, തിങ്കളാഴ്ചത്തെ മീറ്റിങ്ങിൽ എനിക്ക് ശുശ്രൂഷിക്കാൻ കർത്താവ് അവിടെയാണ് വാതിൽ തുറന്നത്. ഞാൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ മീറ്റിങ്ങിൻ്റെ കാര്യം അവിടെ അറേഞ്ച് ചെയ്തു. നേരെ അടുത്ത വിളി വരുന്നത് റിക്കിയെ വിളിച്ച് ജർമ്മനി ശുശ്രൂഷിക്കാൻ. എത്ര പെട്ടെന്ന് രാജ്യങ്ങളുടെ വാതിൽ തുറക്കുന്നതാണ്. ആൻഡ് ഹി മിനിസ്റ്റേർഡ് ഇൻ ജർമ്മനി. ഓരോ ദിവസം ഇടവിട്ട് ഒരു കുടുംബത്തിൽ നിന്ന് ഓരോ രാജ്യങ്ങളിൽ ശുശ്രൂഷിക്കുക. ഇത് നടക്കാൻ പോയി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും TNT ഇവിടെ ടോർച്ച് ബെയറേഴ്സിന്റെ മീറ്റിംഗിൽ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയെന്ന് ചോദിച്ചാൽ, we need a bunch of committed people, a cohort of committed people. എനിക്ക് ആ കാര്യങ്ങൾ തിരക്കായി ഇപ്പൊ എനിക്ക് ഈ ആഴ്ച പറ്റില്ല എന്ന് പറഞ്ഞ പോലെ അല്ല. ഇന്ന് വിക്രം ബ്രദർ പറഞ്ഞ പോലെ ആ ഒരു ലെവലിലുള്ളവരെയാണ് വേണ്ടിയത്. കമ്മിറ്റ്മെന്റ്. ഒരു മീറ്റിംഗ് കയറി പിന്നെ അടുത്ത 2 മീറ്റിംഗ് കഴിയുമ്പോൾ എനിക്ക് വേറെ പല ആവശ്യങ്ങളുണ്ടെന്ന് പറയുന്നത്. കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സൈന്യം പോലെ നിൽക്കുന്നവനെയാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. ഈ 2 മീറ്റിങ്ങുകളും, ഈ കുവൈറ്റിലെ മീറ്റിംഗ് എടുക്കുന്നതും ജർമ്മനിയിലെ മീറ്റിംഗ് റിക്കി ചെയ്തതും ജോലിയുടെ ഇടയ്ക്ക് ബ്രേക്ക്, ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജോലിയുടെ ഇടയ്ക്ക് ഒന്നും നേരെ ഓടി വരിക, താഴെ വരിക, മീറ്റിംഗ് എടുക്കുക, വീണ്ടും തിരിച്ച് ജോലിക്ക് പോവുക. ഹല്ലേലൂയ. ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞു, നേരെ ജോലി കയറി 5 മിനിറ്റ്, കാര്യം ടൈം വെച്ചിട്ടാണ് പോകുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞുടനെ വീണ്ടും ഞാൻ അടുത്ത സൂസനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് അടുത്ത പോക്ക്, വീണ്ടും തിരിച്ചു വരുന്നു, ജോലിക്ക് കയറുന്നു. ദിസ് ഇസ് എ ഫ്ലോ. ഇതിനകത്ത് നമ്മളെ തന്നെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഉപയോഗിക്കും. ഹല്ലേലൂയ. കുവൈറ്റിലെ സഭയുടെയും ജർമ്മനിയിലെ സഭയുടെയും ഒക്കെ പ്രത്യേകം സ്നേഹാന്വേഷണം എല്ലാവരെയും അറിയിക്കുന്നു. എസ്പെഷ്യലി ഫ്രം ജർമ്മനി, ദേ ആർ പ്രേയിങ് ഫോർ us. അത്ഭുതകരമായ കാര്യങ്ങൾ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കും. ഉപയോഗിക്കപ്പെടാൻ റെഡി ആയിരിക്കും. കർത്താവിനോട് പറഞ്ഞു, ഈ പറയുന്നത് പോലെ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഉപയോഗിക്കും. താങ്ക് യു ജീസസ്. എല്ലാ കണ്ണുകളും അടച്ചു ഒരു നിമിഷം പ്രാർത്ഥിക്കും. കർത്താവെ തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ ഉപയോഗിക്കുന്നു. ഞങ്ങൾ അതിനുവേണ്ടി കമ്മിറ്റഡാണ് കർത്താവെ. ഞങ്ങളെ ഏൽപ്പിക്കുന്നു, ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. വലിയ കാര്യങ്ങൾ കർത്താവ് ഞങ്ങളിലൂടെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കാനഡയുടെ ഉണർവ് കർത്താവ് ഈ സഭയിലൂടെ നടക്കും. ഇതുവരെ ഒരു സഭകളിലും കണ്ടിട്ടില്ലാത്തതുപോലെ കർത്താവ്, ഇത് ഞങ്ങൾ വേറെ എന്തെങ്കിലും ആണെന്നല്ല, ഞങ്ങൾ യേശുവിൽ ആശ്രയിക്കും, ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കും. ഞങ്ങൾ റെഡിയാ കർത്താവ്. ഈ സുവിശേഷം അനേകരിലേക്ക് പോകും. ആരെയും കുറ്റപ്പെടുത്താനല്ല, ആരെയും വിമർശിക്കാനല്ല, സുവിശേഷം ഞങ്ങൾക്ക് അനേകരെ അറിയിക്കണം. ഭാരപ്പെട്ടിരിക്കുന്ന ഒരാളുടെ തോളത്ത് തട്ടി, കർത്താവെ നീ അവരെ വിടുവിക്കുമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരുന്നതിനായിട്ട് സ്തോത്രം. ഭാരത്തിലായിരിക്കുന്നവരെ കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന് അലിവുണ്ടാവണം. ഞങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയണം. ഞങ്ങളൊരു മതം പറഞ്ഞിട്ടോ ഒരു ചർച്ച് പറഞ്ഞിട്ടോ അല്ല കാര്യം. ഹൃദയം കൊണ്ട് ആളുകളെ സ്നേഹിക്കാൻ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ, ഈ കർത്താവിൻ്റെ സ്നേഹം അവർക്കൂടെ കാണിച്ചു കൊടുക്കാൻ, അവരെ ഞങ്ങളെപ്പോലെ സ്നേഹിക്കാൻ ഒക്കെയുള്ള കൃപ ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട കർത്താവ്. ഈ ലോകത്തിൻ്റെ മാന്യതയും പദവിയും ഒന്നുമല്ല, അത് തന്നെ വരും. ഞങ്ങൾ ഇത് ആദ്യം ചെയ്തു തുടങ്ങുമ്പോൾ സകലതും ഞങ്ങളുടെ കൂടെ ചേർക്കപ്പെടും. ഞങ്ങളത് വിശ്വസിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഈ ആഴ്ചയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് പറഞ്ഞാൽ നല്ലതാണ്. ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി. ബർത്ത്ഡേ ടിജോ ഭായി ആരുടെയാണ്? Asha sister, Kesia, then brother Sonal, myself and Sneha this week. Oh, Sneha and Sonal brother. All right, okay, hallelujah. വേറെ ആരുടെയെങ്കിലും ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉണ്ടോ? Okay, thank you Jesus, hallelujah.
റിനി ബ്രദർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. യേശുവിന്റെ നാമത്തിൽ സഭയായി ചേർന്നുകൊണ്ട് കർത്താവേ ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അങ്ങയുടെ കരങ്ങളിൽ തരുന്ന കർത്താവെ, പുതിയ വർഷം അനുഗ്രഹത്തിന്റെ വർഷം, വിശാലതയുടെ വർഷമാക്കി തീർക്കുവാൻ കർത്താവ് അങ്ങ് ഇടയാക്കിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു കർത്താവ്. എല്ലാ നന്മകളാലും നിറച്ചിരിക്കുന്നതിനായി സ്തോത്രം. അവരുടെ എല്ലാ മേഖലകളിലും കർത്താവ് അങ്ങ് കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിപ്പിച്ചിരിക്കുന്നതിനായി സ്തോത്രം കർത്താവ്. എല്ലാറ്റിനും കർത്താവ് ദൈവമേ അങ്ങേക്ക് സ്തോത്രം കരട്ടിക്കൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ കർത്താവ് കർത്താവ് ആ ഒരു കർത്താവ് ഒഴിഞ്ഞ കപ്പിൽ കർത്താവ് നിറയ്ക്കുന്നത് പോലെ കർത്താവ് കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ കർത്താവ് അവർ കർത്താവിനെ ഏൽപ്പിച്ചു കർത്താവിനായി പരമേൽപ്പിച്ചുകൊണ്ട് കർത്താവ് അങ്ങയുടെ വേറെ തികഞ്ഞു വരുവാൻ തക്കവണ്ണം കർത്താവ് എല്ലാവരെയും എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവാം ദൈവമേ. സോ നമുക്ക് കർത്താവിന്റെ വേലയിലേക്ക് വിതയ്ക്കാം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. കർത്താവെ നന്ദി പറയുന്നു. നീ ഞങ്ങൾക്ക് വിതയ്ക്കാൻ തന്നതിൽ നിന്ന് ഞങ്ങൾ സന്തോഷത്തോടെ വിതയ്ക്കുന്നു. വിതയ്ക്കാനുള്ള വിത്തും നൽകി പൊലിപ്പിക്കുന്നവൻ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള സകലത് ഒരുക്കിയിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥനാ വിഷയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഷെയർ ചെയ്യാം. Hello, Reba. So I have a prayer request for my classmate actually. So his name is Chad. He had recently passed away on Friday afternoon. We have talked multiple times, and we actually did talk on Friday, but I just was notified today that he had passed away. I just wanted to keep his families in our prayers. Okay. It was yesterday or? Friday afternoon, yeah. Friday afternoon. Yesterday. Was he your classmate? Classmate, yeah. Oh, so sad. See how young he is. Just think about that family. How devastating that would be for them. Let us pray. നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ അവരോട് പരിചയം വേണമെന്നോ അല്ലെങ്കിൽ അവർ നമ്മുടെ സഭയിലായിരിക്കണമെന്നോ ഒന്നുമില്ല. ലോകത്തിലെ സകലരും ക്രിസ്തുവിൽ നമ്മുടെ സഹോദരി സഹോദരന്മാർ തന്നെ. ആ കുടുംബത്തിന് വേണ്ടിയാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ഞങ്ങൾ ചേർന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അത്ര യങ് സ്റ്റേജിലൊരു കുഞ്ഞ് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഞങ്ങളൊക്കെ പേരൻസ് ആയിട്ടിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാവും. ഞങ്ങൾ ചേർന്ന് ആ കുടുംബത്തെ കർത്താവെ ആ കുടുംബത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക. ആ പ്രയാസം താങ്ങാൻ കർത്താവെ ആ ഭാരം താങ്ങാനുള്ള കൃപ നീ അവർക്ക് കൊടുക്കണം. ലോകത്തിലെ നഷ്ടം വലിയ നഷ്ടമാണ്. പ്രത്യേകിച്ചും കർത്താവെ പ്രത്യാശയില്ലാതെ നഷ്ടപ്പെട്ടാൽ, വിശ്വാസമില്ലാതെ നഷ്ടപ്പെട്ടാൽ കർത്താവെ അത് താങ്ങാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ഞങ്ങൾ ആ കുടുംബത്തെ മുഴുവൻ ഞങ്ങൾ കർത്താവെ സഭയായിട്ട് ഞങ്ങളിനി കേട്ടോണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാവരും അവരുടെ കുടുംബം പോലെ നിന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ കർത്താവെ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ടൈമിൽ കർത്താവെ അതിനെ പാസ് ത്രൂ ചെയ്യുവാൻ, അതിനകത്തൂടെ കടന്നു പോകാനുള്ള കൃപ, അൺമെറിറ്റഡ് ഫേവർ കർത്താവ് നീ കൊടുക്കണമെന്ന് ഞങ്ങൾ കർത്താവ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആ കുടുംബത്തെ ഒരിക്കൽ കൂടെ കർത്താവ് ഞങ്ങൾ നിൻ്റെ കൈകളിൽ തരിക. ഞങ്ങൾ അവർക്ക് വേണ്ടി കർത്താവ് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആശ്വസിപ്പിക്കുന്ന കൈ അവരുടെ കൂടെ കാണണം. ആ വേർപാട് അവർക്ക് താങ്ങാനുള്ള എല്ലാ ശേഷിയും കൊടുക്കണം. കർത്താവിൻ്റെ തിരുവിഷ്ടമാണ് കർത്താവ് എല്ലാത്തിലൂടെ കടന്നു പോകാനുള്ള കൃപ ആ കുഞ്ഞുങ്ങൾ ആ കുടുംബത്തിന് മുഴുവൻ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. The life changes within a wink of an eye. Thank you, Jesus. പ്രത്യാശയില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നവരെ വാസ്തവത്തിൽ നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഗോസ്പലിൻ്റെ പവർ അവിടെ ഇരിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കുക. ആ കുടുംബത്തിൽ അല്ലെങ്കിൽ ഈ കുഞ്ഞ് കർത്താവിനെ അറിഞ്ഞിട്ട് മരിക്കുക എന്ന് പറയുന്നതിനകത്ത് വലിയ വ്യത്യാസം. ആ കുടുംബം കർത്താവിനെ അറിഞ്ഞവരാണെങ്കിൽ വ്യത്യാസമാണ്. കാരണം they will have that hope. They know that they are going to meet again. ലോകത്തിലെ വേർപാട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ പ്രത്യാശയുണ്ടെങ്കിൽ
ഒരു പരിധി വരെയൊക്കെ അതിനെ കവർ ചെയ്യാൻ പറ്റും. താങ്ക് യു ജീസസ്. ഷോക്കിംഗ്, ഇറ്റ്സ് ഷോക്കിംഗ്. യങ്സ്റ്റേഴ്സ്, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സാക്ഷ്യം കേൾക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? സമയം പോയാലും. ബിനു ബ്രദറെ ഞാൻ മ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്തു. ബിനു ബ്രദർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ, കേൾക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ മെയ് 2nd വീക്കിൽ വിൻസറിലോട്ട് മൂവ് ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞാണെന്ന് വിശ്വസിക്കുന്നു. സീമയുടെ ജോലി സംബന്ധമായി ഞങ്ങൾ വിൻസറിലോട്ട് മൂവ് ചെയ്തു. ഒരാഴ്ച അവിടെയും ഒരാഴ്ച ഇവിടെയായിട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അപ്പോട്ടെക്സിൽ നിന്ന് ലീവ് എടുത്തിരിക്കുകയാണ്. എല്ലാ ആഴ്ചയും ലീവ് എടുത്ത് പോയി ഇവിടെ വരും. ഒരാഴ്ച ഞാൻ ഇവിടെ വർക്ക് ചെയ്യും. അങ്ങനെ അവിടെ ഞാൻ പല ജോലിക്കും അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാൽ ഏജൻസി വഴിയുള്ള ജോലിയെല്ലാം കൊടുത്തത്. ഏജൻസി വഴിയെല്ലാം അപ്ലൈ ചെയ്തു. പക്ഷെ ഒന്നിനടുത്ത് നിന്ന് ഇന്റർവ്യൂവിന് വിളി വന്നു. അവർക്ക് ഡോക്യുമെന്റ് എല്ലാം കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇതുവരെ ഒന്നും അങ്ങോട്ട് ഉറപ്പായില്ല. അങ്ങനെ കഴിഞ്ഞ ആഴ്ച രണ്ടും കൽപ്പിച്ച് അപ്പോടെക്സിൽ ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു. 2 ആഴ്ചത്തെ നോട്ടീസ് കൊടുത്തു. അത് ഈ വരുന്ന 18-ാം തീയതി അവിടെ ലാസ്റ്റ് ഡേ ആണ്. വീണ്ടും പലയിടത്തും അപ്ലൈ ചെയ്തു. ഒന്നും ഒരു രക്ഷയില്ല, ഒരു വിളിയും വരുന്നില്ല. അങ്ങനെ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്ന് തന്നെ അവിടെ വിൻസറിൽ. അവർ പറഞ്ഞു 2 ദിവസം വെച്ച് അറിയിക്കാമെന്ന് പറഞ്ഞു. ബുധനാഴ്ച ആയപ്പം അവിടെ നിന്ന് കോൾ വന്നു. അപ്പോയിൻമെന്റ് ലെറ്റർ വന്നു. 22-ാം തീയതി അവിടെ ജോയിൻ ചെയ്യണം. അങ്ങനെ 18-ാം തീയതിയാണ് അപ്പോടെക്സിലെ ലാസ്റ്റ് ഡേ. അതിൽ 22-ാം തീയതി അവിടെ പുതിയ ജോലി ഉറപ്പായി. അപ്പൻ അത് അത്ഭുതകരമായ ഒരു ജോലി അവിടെ വന്നു. എല്ലാ മഹത്വം അപ്പന്. അതാണ് സാക്ഷി. താങ്ക് യു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എവറിത്തിങ് ഈസ് പ്രീഡെസ്റ്റൈൻഡ്. എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന. Just be in the track and it will fall in the right slot. Thank you, Jesus. Hallelujah. So, സമയം പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നു. നമ്മളുടെ ഓഫറിങ്സ് നമ്മൾ കളക്ട് ചെയ്യേണ്ട ടൈം വീണ്ടും ആയി വരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ സോൺ വൈസ് നമുക്ക് കളക്ട് ചെയ്യാം. അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം. കുറച്ച് പേരൊക്കെ അത് ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഓൾറെഡി. അല്ലാത്തവർക്ക്, അങ്ങനെ പറ്റാത്തവർക്ക് അത് ക്യാഷായിട്ട് തന്നെ നിങ്ങളുടെ അടുക്കൽ നിന്ന് കളക്ട് ചെയ്യുന്നതായിരിക്കും. മുമ്പോട്ടുള്ള കാര്യങ്ങളിൽ വലിയ ചേഞ്ചസ് കർത്താവ് കൊണ്ടുവരും. നമ്മൾ ഇന്ന് കാണുന്ന സീനൊന്നും ആയിരിക്കത്തില്ല. ടോട്ടലി ഡിഫറെൻറ്റ് രീതി അനേകരെ കർത്താവ് ഉപയോഗിക്കാൻ പോകും. അതിനുവേണ്ടി റെഡി ആവണം. കർത്താവിന് വേണ്ടി കമ്മിറ്റഡ് ആയാൽ മതി. ബാക്കിയെല്ലാം ഇന്ന് വിക്രം ബ്രദർ പറഞ്ഞ ആ ജീവിതാനുഭവങ്ങളിൽ കൂടെയാണ് നമ്മൾ കർത്താവിൻ്റെ മഹത്വം നമ്മൾ രുചിച്ചറിയുന്നത്, ടേസ്റ്റ് ചെയ്തറിയുന്നത്. അത് കഴിയുമ്പോൾ നമ്മളതിനെ എൻജോയ് ചെയ്യാൻ തുടങ്ങും. ഒരാളെ UP നിന്ന് വിട്ടിട്ട് കർത്താവിനെ അറിയിക്കണമെങ്കിൽ അറിയിച്ചിരിക്കും. ഹിസ് വേസ് ആർ അമേസിങ്. അങ്ങനെ അനുഭവങ്ങളിൽ കൂടെ വരുമ്പോഴാണ് നമുക്ക് എന്താ പറയുന്ന അതിൻ്റെ ഉറപ്പ് വരുന്നത്. ഒരു വാക്ക് വായിൽ നിന്ന് പുറപ്പെട്ടാൽ അത് ചെയ്തെടുക്കാൻ കർത്താവ് കമ്മിറ്റഡാണ്. അവൻ്റെ കൂടെ കമ്മിറ്റഡായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് നടന്നിരിക്കും. ശുശ്രൂഷയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളിൽ ആരും ശുശ്രൂഷ അല്ലാത്തവരില്ല. നിങ്ങൾ ശുശ്രൂഷയിൽ നിൽക്കാന്ന് പറഞ്ഞ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ആശ്വാസം പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ കരുതുമ്പോൾ ഒക്കെ കർത്താവിൻ്റെ എക്സ്റ്റെൻഡഡ് ഹാൻഡാണ്. അത് നടത്തിയെടുക്കേണ്ടത് കർത്താവിൻ്റെ ഉത്തരവാദിത്വമാണ്. കർത്താവ് ചെയ്തിരിക്കും. നമ്മളുടെ കഴിവുകളൊന്നും നോക്കിയിട്ടല്ല, നമ്മുടെ കമ്മിറ്റ്മെന്റ് മാത്രം, നമ്മുടെ സ്നേഹം മാത്രം നോക്കിയ കർത്താവ് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യമുണ്ട്.
trust of God, if it is that upon you, then He will use you. കർത്താവ് ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിച്ചിരിക്കും. ഏത് രീതിയിലും അത്ഭുതകരമായ ശുശ്രൂഷകൾ ചെയ്യും. താങ്ക് യു ജീസസ്. എല്ലാം